കുഞ്ഞുനാൾ മുതൽ കാണുന്ന ഒരു ഫേസ് ആണ്. അങ്ങനെ പറയുന്നത് അനീഷേട്ടന്റെ ഇഷ്ടം. എനിക്കിഷ്ടമാണ്. അനീഷ് കമൽ സാറും രജനി സാറൊക്കെ പണ്ട് താമസിച്ചിരുന്ന റൂമിലൊക്കെ എനിക്ക് താമസിക്കുന്നത് ഭാഗ്യം. സ്റ്റേറ്റ് അവാർഡിന് കൊടുത്ത് ഒരു പുല്ലും കിട്ടിയില്ല. ബാർബർ ഷോപ്പിൽ അവർ ബലൂണിലാണ് ഷേവ് ചെയ്ത് പഠിക്കുന്നത്. വിശ്വസിക്കും. ഇപ്പം ഞാൻ ഈ അയ്യപ്പൻ സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു ദിവസവും പോലും നോൺ വെജ് കഴിച്ചിട്ടുണ്ടായിരുന്നു. 16-17 ദിവസം കാറൊക്കെ എടുത്ത്. പിന്നെ ആ കാറിന് പെട്രോൾ അടിക്കാൻ പോലും പൈസ ഇല്ലാത്ത കണ്ടീഷനായി. പിന്നെ ദുരന്തങ്ങൾ എന്നെ ഒരു ഭയങ്കരമായിട്ട് വേട്ടയാടിയിട്ടുണ്ട് ഒരുപാട്. ഒരു ദിവസം രാവിലെ ഇയാൾ കുഴഞ്ഞുകൊണ്ട് മരിച്ചുപോയി. ഈ സ്ത്രീ ശൂന്യമായി പോയി. എന്തിനാണെന്നറിയാം, ആരും വർക്കിന് വിളിക്കുന്നില്ല, അവസരങ്ങളില്ല, കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകും. വണ്ടി ഓടിച്ച് പോകുമ്പോൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും ഈ വണ്ടി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇടിച്ചാലാ എന്നൊക്കെ ചിന്തിച്ചിട്ടുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 34% ശരീരത്തിന്റെ പൊള്ളലിട്ട് എൻ്റെ കൈയും എൻ്റെ ബാക്ക് സൈഡ്. തമിഴ് സീരിയൽ ചെയ്യുന്ന സമയത്ത്, തമിഴല്ല, മലയാളം 28 ദിവസം ആശുപത്രി കിടന്നു. ഒരാളും നോക്കാൻ വരാറില്ല, ഒരു സൗഹൃദമില്ല, ആരുമില്ല. നഷ്ടപ്പെടും വരെ നഷ്ടപ്പെടുന്നതിൻ നഷ്ടമെന്താണെന്നതോർക്കില്ല നാ. ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു BTF നെറ്റ്വർക്ക്. ഇന്ന് എനിക്കൊപ്പം നമുക്കൊരു പേഴ്സണൽ ഇന്റർവ്യൂ തരാനായിട്ട് എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം അനീഷേട്ടൻ. നമസ്കാരം അനീഷേട്ടൻ. നമസ്തേ നമസ്തേ നമസ്കാരം. അപ്പോൾ അനീഷേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുഞ്ഞുനാൾ മുതൽ കാണുന്ന ഒരു ഫേസ് ആണ്. അങ്ങനെ പറയുന്നത് അനീഷേട്ടന്റെ ഇഷ്ടം. എനിക്കിഷ്ടമാണ്. അനീഷേട്ടൻ ഒരുപാട് പ്രായമാക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? അങ്ങനല്ല. 10 വർഷം മുമ്പ് എന്നെ ഒരാൾ കണ്ടു എന്ന് പറഞ്ഞാല് അപ്പോൾ ഞാൻ ഇതുപോലെ അല്ലേ, ഞാനും 10 വർഷം പിറകിലല്ലേ. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ശ്രീ അയ്യപ്പന്റെ ഇന്റർവ്യൂവിൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ ക്വസ്റ്റ്യൻ 15 വർഷം ആകുമ്പോ ഞാനും ചെറുപ്പമാണല്ലോ. 15 വർഷം പിറകിലല്ലേ നമ്മളെപ്പോഴും. ഇപ്പൊ നേരെ മറിച്ച് ഞാൻ മാത്രം കൂടിക്കൊണ്ടിരിക്കല്ലോ. അതെ അതെ അതെ. ഓക്കെ, എന്ത് തോന്നുന്നു ആക്ച്വലി ഇപ്പം ചേട്ടൻ്റെ ഒരു ഫുൾ ജേർണി നോക്കുകയാണെങ്കിൽ? വലിയ സന്തോഷമാണ്. കാരണം നമ്മള് എല്ലാവരെയും പോലെ തന്നെയാണ്. അല്ലെങ്കിൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഈ ഇൻഡസ്ട്രിയിൽ വരണമെന്നും നമ്മുടേതായ ഒരു സിനിമ ഉണ്ടാകണമെന്നൊക്കെ സ്വപ്നം കണ്ട് നടക്കുന്നവരാണല്ലോ എല്ലാവരും. അഭിനയമോഹമുള്ള എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് സ്വപ്നങ്ങൾ. അപ്പോൾ ഏകദേശം ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 10-25 വർഷമായി ഞാൻ. 25 വർഷത്തിനിടയിൽ ഇപ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത്. അതിനെ ഏറ്റവും മനോഹരമായിട്ട് ഞാനത് ആസ്വദിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ ആദ്യത്തെ എൻ്റെ അറിയപ്പെട്ടു തുടങ്ങിയ ഒരു സീരിയൽ എന്ന് പറയുന്നത് മോഹനം എന്ന സീരിയലായിരുന്നു. 2000-ലൊക്കെയാണ് ആ സീരിയൽ. മോഹനത്തിലെ മണികണ്ഠൻ, ദൂരദർശനം മാത്രമേ അന്നേരം ഉള്ളൂ, ആ സമയത്തുള്ളൂ. അപ്പോൾ ദൂരദർശനിലെ മോഹനം, ജ്വാലയായി, മരുഭൂമിയിൽ പൂക്കാലം എന്നൊക്കെ സീരിയൽ നടക്കും. ഈ 3 സീരിയൽ ഞാൻ ഉണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് ആദ്യം വന്നത് മോഹനം സീരിയലായിരുന്നു. അപ്പോൾ മോഹനം സീരിയലിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മണികണ്ഠൻ എന്നായിരുന്നു. ഞാൻ ലീഡർ റോൾ ചെയ്യുന്നൊരു സീരിയലായിരുന്നു അത്. ഞാനും അനിൽ മോഹൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 25 വർഷം കഴിഞ്ഞിട്ട് ഞാൻ നായകനാകുന്ന സിനിമയിൽ എൻ്റെ പേര് മണികണ്ഠൻ എന്നാണ്. അപ്പോൾ അതെനിക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം അതെന്നെ ഒരുപാട് പേര് എന്നെ ഇപ്പോഴും ആൾക്കാർ മണികണ്ഠൻ എന്ന് വിളിക്കുന്നവരുണ്ട് പലരും. അപ്പോൾ അതെനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു വളരെ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഇപ്പം അനീഷേട്ടൻ ആക്ച്വലി ഒരു റെക്കോർഡ് ഹോൾഡറാണ്. 1000 കടന്ന 3 സീരിയൽസിൽ ലീഡ് റോള് ചെയ്ത ആളാണ് അല്ലേ? ഒരു റെക്കോർഡ് ഉണ്ട് അനീഷേട്ടന്റെ പേരില്. തീർച്ചയായിട്ടും. അപ്പം അതെങ്ങനെയാ ഫീൽ ചെയ്യുന്നത്? ലൈക്ക് ഇപ്പൊ ഒരു 1000 എപ്പിസോഡ് കവിയുന്ന സീരിയൽസിൽ പാർട്ടാവുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അത് ചെയ്ത 3 സീരിയൽ അങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. അത് ഇപ്പൊ 1000 ചെയ്തവരുണ്ടാവും പലരും. പക്ഷെ 3 സീരിയൽ ചെയ്തവർ ഒരുപക്ഷെ ഞാൻ മാത്രമേ കാണുള്ളായിരിക്കും. അതെ, അതൊരു വലിയ ഭാഗ്യം. ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലല്ലോ നമ്മള്, അതങ്ങ് സംഭവിക്കുന്നതാണ്. 1000 മിന്നുകെട്ടായിരുന്നു ആദ്യം. 1000 മലയാളത്തിൽ തന്നെ ആദ്യത്തെ 1000 എപ്പിസോഡ് സീരിയൽ മിന്നുകെട്ടായിരുന്നു. അതിനകത്തൊരു പ്രധാന ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. ബിമൽ ആർ മേനോൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ തമിഴ് സീരിയൽസാണ് ചെയ്തുകൊണ്ടിരുന്നത്. തമിഴ് സീരിയൽസ് 2 സീരിയൽ കഴിഞ്ഞിട്ടാണ് തമിഴ് സീരിയൽ മേഖല, അതായത് നമ്മുടെ മിന്നുകെട്ട് ചെയ്ത ടീം തന്നെ അവർ തമിഴ് ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ അവരുടെ സീരിയലിൽ ഞാൻ മേഖല എന്നൊരു തമിഴ് സീരിയൽ ഹീറോ ആയിട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ദാദാ ഫാൽക്കെ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള നമ്മുടെ കെ ബാലചന്ദ്ര സാർ 100-ലധികം സിനിമകൾ നിർമ്മിച്ച നമ്മുടെ രജനി സാറിൻ്റെയും കമൽ സാറിൻ്റെയൊക്കെ ഗുരുനാഥനായ കെ ബാലചന്ദ്ര സാറിൻ്റെ ഡയറക്ഷനിൽ ഹീറോ ആയിട്ട് ഞാൻ അഭിനയിച്ചു. ശാന്തിനില എന്നൊരു സീരിയൽ. അവരുടെ തന്നെ പ്രൊഡക്ഷൻ, കവിതാലയ പ്രൊഡക്ഷൻസ്, റോജയൊക്കെ ചെയ്തില്ലേ, ആ പ്രൊഡക്ഷൻസ് തന്നെ. ഞാൻ അവരുടെ ഗസ്റ്റ് ഹൗസിലൊക്കെ താമസിച്ചിട്ടുണ്ട്. എന്താണ് നമ്മുടെ കമൽ സാറും രജനി സാറൊക്കെ പണ്ട് താമസിച്ചിരുന്ന
റൂമിലൊക്കെ എനിക്ക് താമസിക്കാൻ പറ്റും, ഭാഗ്യം. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ആ 2 സീരിയൽ കഴിഞ്ഞിട്ട് അതൊരു വ്യാഴാഴ്ച ശാന്തിനിലയം എന്നൊക്കെ കെ.ബൈ സാറിൻ്റെ സീരിയൽ തീരുന്നു. അടുത്ത തിങ്കളാഴ്ചയാണ് കാര്യനിസാരം തുടങ്ങുന്നത്. കാര്യനിസാരം വന്നിട്ട് കാര്യനിസാരം ഈ പറഞ്ഞ പോലെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ, കാരണം 2 പേരാണല്ലോ പ്രധാന കഥാപാത്രം, ഞാനും എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന അനുവും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ വില്ലേജ് ഓഫീസറും വക്കീലും, കെ മോഹനേഷനും സത്യഭാമ. അത് 100 കഴിഞ്ഞു, പിന്നെ 200 കഴിയുന്നു, 500 കഴിയുന്നു, 1000 കഴിയുന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പിന്നെ അതൊരു യാത്രയായിരുന്നു. പിന്നെ അതിന് ഏറ്റവും വലിയ റെക്കോർഡെന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പോൾ 1000 എപ്പിസോഡ്, ഇപ്പോൾ ഞാനിപ്പോൾ മിന്നുകെട്ട് അഭിനയിച്ച 1000 അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിലൊന്നും 1000 എപ്പിസോഡിൽ നമ്മൾ ഉണ്ടാവില്ല. ഇപ്പോൾ അളിയൻസ് ഇപ്പോൾ 1200 കഴിഞ്ഞു, അവിടെയും 1000 എപ്പിസോഡിലും എല്ലാവരും ഉണ്ട്. പക്ഷെ ഇതിനകത്ത് കാര്യസാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിലെ നായകനും നായികയും 1000 എപ്പിസോഡിലും ഉണ്ടായിരുന്നുള്ളതാണ്. 1100 എപ്പിസോഡ് ടോട്ടൽ പോയത്, ആ 1100 എപ്പിസോഡിൽ അവരുണ്ടായിരുന്നുള്ളതാണ്. അതൊരു വലിയൊരു ഭാഗ്യമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ പോലെ അലിയൻസിലേക്ക് വരുന്നത്. അലിയൻസും 1200 ടോട്ടൽ 1700 ആവും. കാരണം അമൃത ടി വിയിൽ 500 എപ്പിസോഡ്, കൗമുദിയിൽ 1200 കഴിയുന്നു. അപ്പോൾ 1700 എപ്പിസോഡ് ആവുന്നു. ഇതൊക്കെ ഒരു ഭാഗ്യമാണ് അല്ലേ? നമ്മൾ ഈ പറഞ്ഞ ഒന്നും ഞാനിപ്പോൾ ഒരു 1000 ചെയ്യാൻ പോകുന്ന ആരെങ്കിലും ഇറങ്ങാൻ പറ്റില്ല. അതാണല്ലേ സീരിയലിന്റെ ഒരു പ്രത്യേകതയും, ഗ്രാജുവലി പോകുന്നതിനനുസരിച്ച് ഒഴുക്കിനനുസരിച്ച് അങ്ങ് പോകുക എന്നുള്ളൊരു. പക്ഷേ നമ്മൾ ഇതൊക്കെ സിറ്റ്കോമുകളാണ്. അപ്പം നമ്മൾ ചെയ്യുന്നതൊക്കെ ഒരു ദിവസം കൊണ്ട് രാവിലെ ഈ പറഞ്ഞ ഒരു ദിവസം നടക്കുന്ന കഥയായിരിക്കും, അല്ലെങ്കിൽ ഒരു എപ്പിസോഡിൽ തീരുന്ന കഥകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിനൊരു തുടർച്ചയില്ലാത്തതുകൊണ്ട് തന്നെ പ്രേക്ഷകന് ഇപ്പം പറഞ്ഞ ഇനിയിപ്പോൾ എന്താവുമെന്ന് ചിന്തിച്ച് ആകുലപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം ഇതിൽ കുറച്ചുകൂടി കഥയിൽ ഇങ്ങനെ പെട്ടെന്നൊരു മാറ്റമൊന്നും വരില്ല. ഇപ്പോൾ നേരെ വെച്ച് നോർമൽ സീരിയൽസ്, ഇപ്പോൾ ഞാൻ സൂര്യ ടി വിയിൽ 3 പെണ്ണുങ്ങൾ എന്ന സീരിയൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സീരിയലുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ഒരു സീരിയലിൻ്റെ ഒരു കഥ കൊണ്ടുപോകുന്നു, അത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു, അങ്ങനെ അവർ അപ്രൂവ് എഴുതുന്നു, നമ്മൾ ഷൂട്ട് തുടങ്ങുന്നു. 2 ആഴ്ച കഴിയുമ്പോൾ റേറ്റിംഗ് കുറവാണെങ്കിൽ അപ്പോൾ തന്നെ കഥ മാറുകയാണ്. ചിലപ്പോൾ നായകൻ മാറും, ചിലപ്പോൾ നായിക മാറും. അപ്പോൾ അതിനൊരു ഗ്യാരണ്ടി ഇല്ലാതെ പോകും. സംവിധായകനോ നായകനോ നടനോ നിർമ്മാതാവിനോ ഒരാൾക്കും ഗ്യാരണ്ടി ഇല്ലാതെ പോകുന്നൊരു സ്ഥലമാണത്. പക്ഷേ ഇത്തരം സിറ്റ്കോമുകളിൽ കുറച്ചുകൂടി ഇപ്പം ഞാൻ അഭിനയിച്ച വെച്ച് നോക്കുമ്പോൾ ഇവിടെ വലിയ കേടില്ലാതെ പോകാം, നമുക്ക് വലിയ സ്ട്രെയിൻ ഇല്ലാതെയും പോകാം. മറ്റിടത്തൊക്കെ കുറച്ചുകൂടി സ്ട്രെയിൻ ഉണ്ട്. ചേട്ടൻ്റെ ആദ്യത്തെ സീരിയൽ സ്ത്രീ അല്ലല്ല, സ്ത്രീ പിന്നീടാണ്. ഞാൻ ഈ പറയുന്നത് സ്ത്രീയാണെന്നാണ്. വിക്കിപീഡിയക്ക് എന്തറിയാം അല്ല. അപ്പോൾ അതായത് സ്ത്രീ പിന്നീടാണ് ചെയ്യുന്നത്. അത് ഈ മോഹനവും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിനു മുമ്പേ ഞാൻ സീരിയൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അറിയപ്പെടുന്നത് മോഹനത്തിലാണ്. എനിക്കൊരു സൂര്യ ടി വിയിൽ ആദ്യത്തെ 10 മണി എന്നൊരു സ്ലോട്ട് ഓപ്പൺ ചെയ്യുന്നത് നമ്മളാണ്. അമാവാസി എന്നൊരു സീരിയൽ, ആദ്യത്തെ ഹൊറർ മലയാളത്തിലെ. ഞാൻ ചോദിക്കട്ടെ, മറ്റേ പെറ്റിക്കോട്ടിട്ട പ്രേതമുള്ള കുഞ്ഞു പ്രേതമുള്ള അതാണോ? അത് പിന്നീട് നിഴലുകൾ, അത് അത് പകലായിരുന്നു. ഞങ്ങൾ രാത്രി, ഞാൻ പറഞ്ഞ പുതിയ സ്ലോട്ട് ഓപ്പൺ ചെയ്ത കാര്യം പറഞ്ഞത്, ഈ 10 മണി ഒരു സാധനം ഇല്ലായിരുന്നല്ലോ. അപ്പൊ അത് അമാവാസി എന്ന് പറഞ്ഞിട്ട് ബഷീർ സാറിന്റെ അനന്തപുരി, മുകേഷിന്റെ സിസ്റ്റർ അഭിനയിച്ച സീരിയൽ, അത് കാളിദാസ കലാന്തരത്തിന്റെ ഒരു സീരിയൽ ഉണ്ടായിരുന്നു. അത് എനിക്ക് ഇങ്ങനെ കുറെ ക്യാരക്ടേഴ്സിനെ ഓർമ്മയുണ്ട് അന്ന് കണ്ടത്. നമ്മളെ ട്രോമറ്റൈസ്ഡ് ആക്കി. അന്ന് ഹൊറർ എന്നൊക്കെ പറയുമ്പോ ആ ലെവലാണല്ലോ. അമാവാസി നാളിൽ നിശാഗന്ധി പൂത്തു, ഈ പാട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷമാണ് മറ്റു സീരിയലൊക്കെ വരുന്നത്. അതൊക്കെ ഏകദേശം സമയങ്ങളൊക്കെ ഒന്നാണ്, പക്ഷെ ആദ്യം വരുന്നത് ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിലുണ്ട്. അതൊക്കെ ഇങ്ങനെ ഒരു കാലത്തിനനുസരിച്ച് നിൽക്കാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇത്രയും വർഷമായിട്ട് നമുക്കൊരു താഴ്ചയില്ലാതെ, നമുക്ക് ഭയങ്കര ഉയരത്തിലേക്കൊന്നും പോകുന്നില്ലെങ്കിൽ പോലും നമ്മൾ നിലനിന്ന് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതെ. ഇപ്പം പലരും ഒരു അഭിനയ മോഹമൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും സിനിമയായിരിക്കും. ചേട്ടനും ആദ്യം സിനിമയിലേക്കായിരുന്നോ ട്രൈ ചെയ്തത്? എന്നിട്ടാണോ, എങ്ങനെയാണ് സീരിയൽ രംഗത്തേക്ക് എത്തിയത്? അതെ, ആക്ച്വലി നമുക്ക് അത് ഞാൻ എപ്പോഴും എല്ലാ ഇന്റർവ്യൂവിലും പറയുന്നൊരു കാര്യമുണ്ട്. അതായത് വളരെ ചെറിയ കാലം മുതൽ തന്നെ അഭിനയത്തോട് വല്ലാത്തൊരു ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാൻ. നമ്മുടെ നാട്ടുപ്രദേശത്തൊക്കെ ഈ ചെറിയ ചെറിയ ക്ലബ്ബുകളൊക്കെ ഉണ്ടല്ലോ. ഈ ഓണം, വിഷു അല്ലെങ്കിൽ ക്രിസ്മസ് ഒക്കെ വരുന്ന സമയത്ത് ക്ലബ്ബുകളിൽ പ്രോഗ്രാം, പ്രത്യേകിച്ച് ഓണത്തിനാണ്. അപ്പോൾ അവിടെയൊക്കെ പോയി പാട്ട് പാടുക, കഥാപ്രസംഗം പറയുക, ഇതൊക്കെ എൻ്റെ ഒരു ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണത്. ഇവിടെ ഒരു മൈക്ക് വെച്ച് കെട്ടിയാൽ ഞാൻ അവിടെ പോയി പാട്ട് പാടും, ഡാൻസ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് എനിക്ക് അഭിനയം വലിയ ഇഷ്ടമാണ്. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ അഭിനയിക്കാനൊക്കെ ചെറിയ കുഞ്ഞു നാടകങ്ങളിലൊക്കെ അഭിനയിച്ചു കൊടുക്കും, നാട്ടുപ്രദേശ ക്ലബ്ബുകളിലൊക്കെ നടക്കുന്ന നാടകങ്ങളൊക്കെ അഭിനയിക്കുക, അങ്ങനെ വന്ന ഒരാളായതുകൊണ്ട് തന്നെ അഭിനയം ഭയങ്കര മോഹമായിരുന്നു. അന്ന് ഉറപ്പായിട്ട് ഈ പറഞ്ഞ പോലെ സിനിമ തന്നെയാണ് ലക്ഷ്യം.
പക്ഷെ സിനിമ ഇങ്ങനെ എന്താ പറയുക, നമ്മളിപ്പോൾ ആദ്യം എനിക്ക് തോന്നുന്നു ഈ 2000-ൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ദോസ്തിലും ഈ ശിങ്കാരി ബോലാൻ എന്ന സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സമയത്ത് സീരിയൽ തരുന്ന ഒരു, അതായത് ഏറ്റവും വലിയ കാര്യം വെച്ചാൽ നമുക്കിപ്പോൾ സീരിയലിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ 10 ദിവസം ഷൂട്ടെന്ന് പറഞ്ഞാൽ 10 ദിവസം നമുക്ക് ഷൂട്ട് കാണും. സിനിമ 10 ദിവസം ഷൂട്ടെന്ന് ഞാൻ ചിലപ്പോൾ ആ 10 ദിവസം ഷൂട്ട് കാണൂല ചിലപ്പോൾ. കാരണം നമുക്കിത് ഉറപ്പിച്ച്, കാരണം അത് അവിടെ ലീഡ് ചെയ്യുന്ന ആൾക്കാരുടെ സൗകര്യങ്ങളും അല്ലെങ്കിൽ ലൊക്കേഷൻ്റെ സാഹചര്യങ്ങൾ ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ മാറി മറിഞ്ഞു പോകും. സീരിയൽ പിന്നെ അങ്ങനെ മാറി മറിയാൻ പറ്റില്ല. കാരണം പറയുന്ന സമയത്ത് എപ്പിസോഡ് കൊടുത്തില്ലെങ്കിൽ പണി പാടുന്നുള്ളതുകൊണ്ട് അവർ എങ്ങനെയെങ്കിലും ആ ഡേറ്റ് ഉപയോഗപ്പെടുത്തുന്നുള്ളതാണ്. അപ്പം നമ്മൾ സേഫ് ആവുന്നുണ്ട്. പിന്നെ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ കണക്ക് തന്നെയാണ്, നമ്മളിപ്പോൾ ഒരു സിനിമ എന്ന് പറയുന്നത് എപ്പോഴും ഏറ്റവും കൂടുതൽ ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആനന്ദം അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നവരായിരിക്കും. കാരണം നമ്മളിപ്പോൾ ഒരു സിനിമ എടുത്താൽ ഒരു 10-25 പേരുടെ പേര് പറയുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ നായകന്മാരുടെ പേരായിരിക്കും പറയുന്നത്. ഒരു നായകൻ മാത്രമല്ല ഒരു സിനിമയിലുള്ളത്, അതിന് താഴെയുള്ള 10-25 കഥാപാത്രങ്ങളുണ്ടാവും. ചിലപ്പോൾ ഒരുപക്ഷെ നായകനെക്കാളും പ്രാധാന്യമുള്ളവരും ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ 1, 2, 3, 4 അങ്ങനെ താഴേക്ക് കഥാപാത്രത്തിനനുസരിച്ചുള്ള മാറ്റത്തിനനുസരിച്ച് ആർട്ടിസ്റ്റിലുണ്ടാവും. ഇവർക്കൊക്കെ കിട്ടുന്ന വേതനം എത്രത്തോളം ഉണ്ടാവും? ഒരു വർഷം നല്ല രൂപ കിട്ടിയാൽ തന്നെ ഒരാൾക്ക് ഇത്ര ലക്ഷം രൂപ കിട്ടുമെന്ന് വെച്ചോളൂ. അങ്ങനെ ഒരു വർഷം പോകണമെങ്കിൽ ഈ ഒരു സിനിമ മാത്രം മതിയോ? അപ്പോൾ ഇത് നമ്മളെ ഈ സീരിയലിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് മാസാമാസത്തിൽ നമുക്ക് സർക്കാർ ശമ്പളം പോലെ വന്നുകൊണ്ടിരിക്കും പൈസ. അപ്പോൾ അതൊക്കെ നമ്മൾ സേഫാണ്. പിന്നെ ഈ ഒരു നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാവരുടെയും സ്വപ്നവും പ്രതീക്ഷയും കൊതിയും ആഗ്രഹവും ഒക്കെ ബിഗ് സ്ക്രീനിൽ കാണുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ നമ്മൾ ഒരിടത്ത് പെട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഏകദേശം ഇവിടുത്തെ സുഖ സൗകര്യങ്ങളൊക്കെ അറിഞ്ഞ് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഇത് കളഞ്ഞിട്ട് പോകാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഇത് കളഞ്ഞിട്ട് പോയാൽ അവിടെ ഉറപ്പില്ല നമുക്ക്, അവിടെ തിരിച്ചു വരുമ്പോൾ ഇതെന്തായാലും പിന്നെ കാണുകയില്ല. അപ്പം പിന്നെ മൊത്തത്തിൽ സ്ട്രഗിളായിപ്പോവും. അപ്പോൾ ബുദ്ധിപരമായി നീക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പണ്ട് നമ്മുടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ജ്വാലയൊക്കെ ആണെങ്കിലും ആക്ടേഴ്സ്, മൂവിയിൽ ആക്ട് ചെയ്തിരുന്ന ആളുകൾ വരെ സീരിയലിൽ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അല്ലേ? അപ്പം പിന്നീട് ഇപ്പം സീരിയലിന് നിലവാരം കുറവാണെന്നൊരു സംസാരത്തിലേക്ക് പിന്നീട് വന്നല്ലോ. അത് എപ്പോഴാണെന്നാണ് ചേട്ടന് തോന്നുന്നത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നിട്ട്? എല്ലായിടത്തും മാറ്റങ്ങളുണ്ടാവും. പിന്നെ വിജയിച്ച ഫോർമുലകൾ പിന്തുടരാൻ തന്നെയാണ് എല്ലാവരും ശ്രമിക്കാറുള്ളത് അല്ലേ? അപ്പം അത് അപ്പോൾ റെപ്പറ്റേഷൻ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും ഇതിങ്ങനെ താഴ്ന്നു പോകാറുള്ളത്. അതിപ്പോൾ ഭാഷയ്ക്കുണ്ടായിട്ടുണ്ട്, സംസ്കാരത്തിനുണ്ടായിട്ടുണ്ട്, മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങൾക്കുണ്ടായിട്ടുണ്ട്. പണ്ട് നമ്മൾ ധരിക്കുന്ന വേഷങ്ങളല്ല നമ്മളിപ്പോൾ ധരിക്കുന്നത്. ഇത് മോശമാണെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഇത് മോശമാണെങ്കിൽ ഇത് മോശമാണ്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ പോലും ഈ അപചയം സംഭവിക്കാറുണ്ടല്ലേ? നമ്മൾ ഭാഷയ്ക്ക് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അഭിനയത്തിന് മാറ്റം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഈ എല്ലാ കാര്യങ്ങൾക്കും മാറ്റം വരും. അപ്പോൾ മാറ്റത്തിനനുസരിച്ച് നമ്മൾ പോവുകയാണ്. അപ്പം നമ്മളിപ്പോൾ അത് തീരെ മോശമെന്ന് പറയാനും പറ്റില്ല നമുക്ക്. ഇപ്പോൾ ഇതുകൊണ്ട് ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു കയ്യാങ്കളിയാണ്. എന്തുകൊണ്ടാണ് ചില സീരിയൽ ഇപ്പോൾ 200 എപ്പിസോഡ് കഴിഞ്ഞു, അപ്പോൾ കഥ അവസാനിച്ചു. പിന്നെ അവർ വലിച്ചു നീട്ടാൻ കാരണം ഈ 200 എപ്പിസോഡ് വളരെ മനോഹരമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് എങ്ങനെ, കാരണം പുതിയത് തുടങ്ങിയിട്ട് 10 എപ്പിസോഡ് തീർന്നു പോകും. അപ്പം അതിന് ഉദാഹരണം കാര്യനിസ്സാരം നമ്മൾ 1100 എപ്പിസോഡ് പോയി. അതിന് ഡയറക്ടർ പേര് ഉണ്ണിച്ചെറിയാൻ, അതിൽ നായകൻ്റെ പേര് അനീഷ് രവി, നായികയുടെ പേര് അനു ജോസഫ്. ഞങ്ങൾ 3 പേരും കൂടിയാണ് ഫ്ലവേഴ്സിൽ വേറൊരു സീരിയൽ ചെയ്യാൻ പോയത്. അത് 26ാമത്തെ എപ്പിസോഡ് അവസാനിച്ചു. അപ്പോൾ അവിടെ കഥാനായകനോ കഥാനായികയോ അല്ലെങ്കിൽ എഴുത്തുകാരനോ സംവിധായകനോ ആർക്കാണ് ഇവിടെ മാറ്റം വന്നത്? ആരും മാറിയിട്ടില്ല. പക്ഷെ എന്താ സംഭവിച്ചത്? അപ്പോൾ ഇതൊരു ലക്ക് ഫാക്ടർ ഇവിടെ ഉണ്ട് അല്ലേ? നമ്മളൊരു പെട്ട് പോയാൽ പോയി എന്ന് പറഞ്ഞ കണക്കാണ്. അപ്പം ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്നാരെഴുതിയാൽ ഇന്നാർ അഭിനയിച്ചാൽ അങ്ങനെയൊന്നുമില്ല. ഇതൊരു എങ്കിൽ പിന്നെ നമ്മുടെ വലിയ താരങ്ങളുടെ സിനിമകളൊന്നും പൊട്ടില്ലല്ലോ. എത്രയോ സിനിമകൾ പോകുന്നു, എത്രയോ സിനിമകൾ ആരും അറിയാതെ പോകുന്നു എന്ന് പറഞ്ഞ കണക്ക് തന്നെയാണ്. അപ്പം നിലവാരം കുറച്ച സിനിമയിലില്ലേ? എത്രയോ സിനിമകളുടെ ഇത് എന്ത് സിനിമയുടെ ചോദിക്കാറില്ല ആൾക്കാർ. അപ്പം എല്ലായിടത്തും ഉണ്ട് ഇത്. അത് സീരിയലിൽ മാത്രമല്ല, അല്ലാതെ. പിന്നെ ഈ സീരിയലിൽ ആക്ട് ചെയ്യുന്നവർക്ക് സിനിമയിൽ ചാൻസ് കിട്ടുന്നത് കുറവായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റി നിർത്തപ്പെടൽ ഉണ്ടെന്ന് മുമ്പ് കേട്ടിട്ടുണ്ട്. ഇപ്പം മാറി വരുന്നു, കേൾക്കുന്നുണ്ട്. അത് തന്നെയാണ് കാര്യം. ഇപ്പം അങ്ങനെയില്ല. അത് ഒരു സമയത്ത് എനിക്ക് തോന്നുന്നത് അത് അങ്ങനെ ഉണ്ടാവാൻ കാരണം എന്ന് വെച്ചാൽ, ഈ നമ്മളിപ്പോൾ ഒരു സിനിമ ഈ നേരത്തെ പറഞ്ഞ കണക്കാണ്. ഇന്ന് ചിലപ്പോൾ നമ്മളടുത്ത് 8ാം തീയതി ഷൂട്ടുണ്ടെന്ന് പറയുന്നു.
അപ്പോൾ നമ്മൾ 8-ാം തീയതി വരുന്നു. അപ്പോൾ പറയുന്നു അല്ല ഇന്ന് ഹീറോ മറ്റേ ലൊക്കേഷൻ എത്തിയിട്ടില്ല, അത് 12-ാം തീയതിയിലേക്ക് മാറ്റിയെന്ന് പറയുന്നു. അപ്പോൾ ഈ 8 കഴിഞ്ഞുള്ള ഒരു ദിവസം വിട്ടിട്ട് ബാക്കിയുള്ള 10 തൊട്ട് നമ്മൾ മറ്റൊരു സീരിയൽ കൊടുത്തിരിക്കുകയായിരിക്കും. പക്ഷേ അടുത്ത ആ നടൻ, സിനിമയിൽ അഭിനയിക്കുന്ന നടൻ വരുന്നത് 12-ാം തീയതിയാണ്. അപ്പം നമ്മളിവിടെ ഉണ്ടാവണം, കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പം നമ്മളിവിടെ നിന്ന് ടെൻഷൻ അടിക്കും, നമ്മൾ ചിലപ്പോൾ കരയും, ചിലപ്പോൾ ബഹളം ഉണ്ടാക്കും, ചിലപ്പോൾ ഇറങ്ങിപ്പോവും. ഇതൊക്കെ വരുമ്പോൾ സിനിമക്ക് ബുദ്ധിമുട്ടാണത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്തു, എന്തിനാണ് ഇതേന്ന് പറഞ്ഞ് നിൽക്കുന്നവരെ നമുക്ക് ഉൾപ്പെടുത്താം. എല്ലാവരും അവരവരുടെ കംഫർട്ടബിൾ സോണിലേ നോക്കുള്ളൂ. ഇപ്പം ഈ ആൾ നമുക്ക് വേണ്ടി ഫുൾ ടൈം നിൽക്കാൻ തയ്യാറാണെങ്കിൽ അയാളെ വെക്കുന്നതല്ലേ നമുക്ക് നല്ലത്. ഇവിടെയും വേണം അവിടെയും വേണം ഓടിക്കൊണ്ട് ഇപ്പോൾ ഇവർക്കും ടെൻഷൻ അവർക്കും ടെൻഷൻ, എന്തിനാണ്? അപ്പോൾ അങ്ങനെ ഒരു കാലം വന്നതുകൊണ്ടാണ് ആ സമയത്ത് കുറേ പേരൊക്കെ അങ്ങനെ മാറിപ്പോയിട്ടുള്ളത്. പക്ഷേ അത് ഇപ്പോഴും അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ സാധ്യതകൾ കൂടുതലാണ്. ധാരാളം പേര് അഭിനയിക്കും. എല്ലാവരും ഇപ്പോൾ സിനിമയിലും സീരിയലും അങ്ങോട്ട് മാറി അഭിനയിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ എല്ലാവരും അഭിനയിക്കുന്നുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു 1000 എപ്പിസോഡ് കടക്കുന്ന സീരിയൽ ചെയ്യുമ്പോൾ അതിനകത്ത് റിസ്ക് ഫാക്ടേഴ്സ് കുറച്ച് കൂടുതലാണ്. കാരണം ഇപ്പം നമ്മൾ തുടങ്ങുന്ന വർഷമായിരിക്കില്ല അത് എൻഡ് ചെയ്യുന്നത്. തുടങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു സീരിയൽ ആയതുകൊണ്ട് നമുക്ക് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് സ്ക്രിപ്റ്റ് മാറ്റാൻ പറ്റുമോ? സ്ക്രിപ്റ്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ കാലത്തിനനുസരിച്ച് ഇപ്പം നമ്മൾ തന്നെ ഇപ്പം ഞങ്ങൾ മിന്നുകെട്ടെന്ന് പറഞ്ഞ സീരിയൽ നമ്മളെടുത്ത് നേരത്തെ പറഞ്ഞില്ല, മലയാളത്തിൽ 1000 എപ്പിസോഡ് ആദ്യത്തെ. അത് മെട്ടിയൊലി എന്ന് പറയുന്നൊരു തമിഴ് സീരിയലായിരുന്നു. അത് റീമേക്ക് ചെയ്തതാണ് നമ്മൾ. അപ്പോൾ തീർച്ചയായിട്ടും തമിഴ് കൾച്ചറും മലയാളം കൾച്ചറും തമ്മിൽ ചില ഇടങ്ങളിലൊക്കെ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് മാറ്റും എന്ന് പറഞ്ഞ കണക്ക് സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ചൊക്കെ ചില മാറ്റങ്ങൾ ഉണ്ടാവും. അതിപ്പോൾ അങ്ങനെയുള്ള സ്ക്രിപ്റ്റ് അല്ലാതെ നമ്മൾ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അപ്പോൾ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ കാര്യം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആളിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഷെഡ്യൂൾ ഡിസംബർ ഫസ്റ്റ് വീക്കിലൊക്കെയാണ് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിലാണ് ഷൂട്ട് നടക്കണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മളൊരു ക്രിസ്മസ് എപ്പിസോഡ് എടുക്കും. ക്രിസ്മസിൻ്റെ ആ ദിവസങ്ങളിൽ പോയാണ്ട് ക്രിസ്മസ് എപ്പിസോഡ് എടുക്കും. അപ്പോൾ ദാറ്റ് മീൻസ് അതൊരു പ്രീ പ്ലാൻഡ് ആയിരിക്കും നമ്മൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വരാറുണ്ട്. അതാണോ ഉദ്ദേശിച്ചത്? അതായത് ഇപ്പം ക്യാരക്ടേഴ്സിന്റെ ഒരു അപ്ഗ്രഡേഷൻ ഉണ്ടല്ലോ, അത് സീരിയൽ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു സിനിമയാണെങ്കിൽ നമ്മൾ ഒരു കഥ എഴുതി വെച്ചിട്ട് അതൊരു 70 സീനിൽ തീരുന്ന അല്ലെങ്കിൽ 65 സീനിൽ തീരുന്ന ഒരു കാര്യമാണത്. ഇത് ഒരു ദിവസം 10-15 സീൻ എടുത്തോണ്ടിരിക്കുക നമ്മൾ. ഇപ്പൊ തന്നെ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ അത് പ്രത്യേകിച്ച് സിറ്റ്കോമുകൾക്ക് നമ്മൾ ഈ ബോബനും മോളിയിൽ കണക്കാണ്. ബോബനും മോളി നമ്മൾ 1-ാം ക്ലാസ്സിൽ വായിച്ച് 10-ാം ക്ലാസ് ആകുമ്പോഴും ബോബനും മോളി അങ്ങനെ തന്നെ ഇരിക്കും. സിറ്റ്കോമുകൾ അങ്ങനെയാണ്, ആ കഥാപാത്രം അങ്ങനെ തന്നെ നിലനിന്ന് പോകുക എന്നുള്ളതാണ്. ഇപ്പൊ വില്ലേജ് ഓഫീസർ 1000 എപ്പിസോഡ് വില്ലേജ് ഓഫീസർ ആയിരുന്നു. നേരെ മറിച്ച് അടുത്ത ഡെപ്യൂട്ടി തഹസിൽദാർ ആയിട്ടില്ലല്ലോ. അപ്പൊ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ അങ്ങ് പോകും. നേരെ മറിച്ച് അതൊരു സീരിയൽ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇയാള്, അതുകൊണ്ടാണല്ലോ നമ്മൾ മറ്റു സീരിയലൊക്കെ കളക്ടറായി മാറുന്ന ആൾക്കാർ. അതിന് സമയമുണ്ടല്ലോ. അപ്പൊ അത് ഗ്രോത്ത് ഉള്ളതാണത്. ക്യാരക്ടേഴ്സിന് ഗ്രോത്ത് ഉണ്ടാവും, അവരുടെ വളർച്ച കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങ് പോകുന്നതാണ്. ഇതിനകത്ത് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ക്യാരക്ടേഴ്സ് അങ്ങനെ തന്നെ നിലനിന്ന് പോകാനായിരിക്കും സാധ്യതകൾ കൂടുതൽ. ചേട്ടൻ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഈ 1000 എപ്പിസോഡ് കടക്കുന്ന സീരിയൽസ് ചെയ്തത് കൊണ്ട് തന്നെ പ്രേക്ഷകരുമായിട്ടൊരു സ്പെഷ്യൽ കണക്ഷൻ ചേട്ടനുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ടാവും. നമ്മളോട് ഒരുപാട് സ്നേഹമുള്ളവരാണല്ലോ മിക്കവാറും പേര്. ഞാനതിന് സ്നേഹം എന്നാണ് പറയുന്നത്, ഇഷ്ടം, നമ്മളോടുള്ള ഇഷ്ടം, അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മളെ അത് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരാളാണ് നമ്മൾ. ഭയങ്കര കാര്യമാണ്. മീൻസ് എപ്പോഴും നമ്മൾ ഒരു ഫാമിലി ഓഡിയൻസായിട്ടാണ് എപ്പോഴും നിൽക്കാറുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ അധിക ദൂരം നമ്മളൊന്നും അങ്ങനെ ഏറിലൊന്നും അധികം ആയിട്ടില്ല ഇതുവരെ. കാരണം നമ്മളെപ്പോഴും നമ്മുടെ ഒരു കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാലും നമ്മളങ്ങനെ അധികം ഉപദ്രവിക്കില്ല ആരും. പണ്ട് തൊട്ടേ നമ്മുടെ ഒരു ചേട്ടൻ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഒരാളായിട്ട് എനിക്ക് സീരിയൽ ചെയ്യുന്നവർക്ക് അങ്ങനത്തെ ഒരു ഭയങ്കര സ്വീകാര്യതയുണ്ട്. ലൈക്ക് നമ്മുടെ വീട്ടിലെ ഒരാളായിട്ട് എല്ലാവരും കൺസിഡർ ചെയ്യും. അതെ, അത് നമ്മൾ അനുവാദമില്ലാതെ കടന്നു വരുന്നവരാണല്ലോ. നമ്മൾ ക്ഷണിക്കപ്പെടാതെ വരുന്നവരാണ് നമ്മൾ. നമ്മുടെ ഈ പറഞ്ഞ പോലെ TV-ക്കുള്ളിലൂടെ കാണുന്നവരെല്ലാം. കാരണം TV ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമ്മൾ വന്ന് കഴിയും. നേരെ സിനിമ കാണണമെങ്കിൽ അങ്ങനെ ടിക്കറ്റ് എടുത്ത് പോയി കാണണം, തിയേറ്ററിൽ പോയി കാണണമല്ലോ. ഇപ്പൊ കാലം കുറെ മാറി, ഇപ്പൊ നമുക്കിപ്പോൾ പ്ലാറ്റ്ഫോമുകൾ മാറിയിട്ടുണ്ട്. എന്നാലും ഞാൻ പറയുന്നത് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. പിന്നെ എന്നാലും നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾക്കനുസരിച്ചിരിക്കും കേട്ടോ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ നേരത്തെ നമ്മൾ നമ്മുടെ കാര്യസ്ഥാനം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ കൂടെ ഞാനും അനു ജോസഫാണ് ചെയ്തുകൊണ്ടിരുന്ന ക്യാരക്ടർ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ജോഡി ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോൾ ആൾക്കാർ പറഞ്ഞു ഭയങ്കര സൂപ്പർ ഹിറ്റ് എന്ന് പറഞ്ഞു. പക്ഷേ അതിനു മുമ്പ് ഇതേ ഞാനും അനുവും കൂടിയാണ് ചക്രപെണ്ണൻ സീരിയൽ അഭിനയിച്ചത്. അപ്പം അന്ന് അതിനെപ്പറ്റി ആരും ഒന്നും പറഞ്ഞില്ല, നല്ല ജോഡിയൊന്നും ആരും പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ എന്താ പറയുന്നത്, അപ്പോൾ എല്ലാം കൂടി ചേരണം എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രോജക്റ്റ് ഹിറ്റാവണം, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവങ്ങൾ ഒക്കെ എല്ലാം കൂടെ ചേരുമ്പോഴായിരിക്കും ഒരു ഹിറ്റ് ഉണ്ടാവുന്നത്. അപ്പം ചേട്ടന് 3 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലേ, ടെലിവിഷൻ അവാർഡ്. അത് ഏതിനൊക്കെയായിരുന്നു? എനിക്ക് ഓർമ്മയില്ല ആക്ച്വലി.
അതായത് അതിനു മുമ്പ് ഒരു പ്രൊഫഷണൽ നാടകത്തിന് നേരത്തെ ഒരു അവാർഡ് ഉണ്ടായിരുന്നു. അത് രാവണ പ്രഭു എന്നൊരു നാടകം ഉണ്ടായിരുന്നു, തിരുവനന്തപുരം സൗപർണികയുടെ ഒരു നാടകം. മിമിക്രിക്ക് 94 എന്തോ ഒരു award കേരള യൂണിവേഴ്സിറ്റി വിന്നറായിരുന്നു. പിന്നെ അതിനു മുമ്പ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ സംസ്ഥാന അവാർഡ് വരണം. അതായത് നമ്മുടെ അഖില കേരള നാടക മത്സരം നടത്തിയിരുന്നു പുത്തിരിക്കണ്ടം മൈതാനത്ത്. ഇ കെ നായനാർ സാറായിരുന്നു സമ്മാനം തന്നത്. അത് കഴിഞ്ഞ് 2003 ശ്രീനാരായണ ഗുരുവിന് സംസ്ഥാന അവാർഡ് ഉണ്ടായിരുന്നു. 2013 മികച്ച ആങ്കർ ഉള്ള സംസ്ഥാന അവാർഡ് ഉണ്ടായിരുന്നു. 2019 അലിയൻസിനുള്ള സ്പെഷ്യൽ ജൂറി അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പം ഈ പറഞ്ഞ പോലെ അവാർഡ്സിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ചിലർ പറയും നമുക്ക് അഭിനയിക്കുക അങ്ങനത്തെ ഒരു കാര്യമാണ്, അതിനാണ് ഇമ്പോർട്ടൻസ്, അവാർഡ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും സന്തോഷമാണ് എന്ന് പറയുന്നവരുണ്ട്. കിട്ടിയവരാണോ കിട്ടാത്തവരാണോ പറഞ്ഞത്? കിട്ടാത്തവരാന്ന് തോന്നുന്നല്ലേ? അറിയില്ല, എനിക്ക് കിട്ടാത്തവരാണ് കൂടുതലും പറയാറ്. ഞാൻ എപ്പോഴും ആരെങ്കിലും എന്നോട് സംസാരിക്കുന്ന കുട്ടികളോടൊക്കെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ എപ്പോഴും ഒരാളുടെ അഡ്വൈസ് കേൾക്കുന്നുണ്ടെങ്കിൽ അയാൾ നേടിയവരായിരിക്കണം. നേടിയവരിൽ നിന്ന് വേണം നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ, അല്ലേ? ഇപ്പൊ PSCക്ക് പഠിക്കുന്ന കുട്ടികളൊക്കെ പറയാറുണ്ട്, കടൽ പോലെ പഠിക്കാനുണ്ടെന്നേ, പഠിച്ചാൽ കിട്ടേയില്ലെന്ന് പറയും. ഞാനതൊക്കെ നിർത്തി എന്ന് പറയും. അപ്പം ഞാൻ പറയാറുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഭയങ്കര പാടെന്ന് മറ്റേ ഷീജ പറഞ്ഞു ഭയങ്കര പാടാണെന്ന്, അവൾ നിർത്തി, ഞാനും നിർത്തി. അപ്പം ഞാൻ പറയുന്നത് എന്താ, നിങ്ങൾ ആദ്യം പോയി ഷീജയോടല്ല ചോദിക്കേണ്ടത്, PC ടെസ്റ്റ് എഴുതി പാസ്സായ ഒരാളോട് ചോദിച്ചു നോക്കും. അപ്പോൾ അവരെന്ത് പറയും? അവർ പറയണം അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് വിശ്വസിക്കാം. അതാ ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ നേടി, ഇപ്പോൾ നമ്മളൊരു വലിയൊരു, നമ്മളിപ്പോൾ ഒരു നടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കാണുന്ന വലിയ താരങ്ങളാണ്. അവരൊരുപാട് കഷ്ടപ്പെട്ട് വന്നവരാണ്. അപ്പോൾ അവരൊരുപാട് സാഹചര്യങ്ങളിലൂടെ അതിജീവിച്ച് വന്നവരാണ്. അപ്പോൾ എപ്പോഴും അങ്ങനെയാണ്. എവിടെയാണോ നേടിയവർ നമ്മൾ ചോദിച്ച് ഉപദേശങ്ങൾ നേടണം. പരാജയപ്പെട്ടിട്ട് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ട്? പിന്നെ അതിന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുമായിരിക്കും. പക്ഷെ നമ്മളും വീണ്ടും അങ്ങോട്ടല്ലേ പോകണം. അപ്പം ഒരു പാലം കടന്നു പോയതിനെ അറിയാം ആ പാലത്തിൻ്റെ ഗുണദോഷങ്ങൾ, അല്ലേ? പാലത്തിന് ഇപ്പുറം നിൽക്കുന്നവന് ഊഹാപോഹങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പാലത്തിനപ്പുറം പോയിട്ട് നമുക്ക് ചോദിക്കാം, വിളിച്ചു ചോദിക്കാം, ചേട്ടാ പാലം എങ്ങനെയുണ്ട്? അപ്പോൾ അയാൾ കറക്റ്റ് പറയും, അതിൻ്റെ ഇടത് സൈഡിൽ ഒരു കുഴിയുണ്ട്, അല്ലെങ്കിൽ വലത് സൈഡിൽ ഒരു ഇതുണ്ടെന്ന് പറയാൻ പറ്റും. മറ്റേ ഇപ്പുറത്തേക്ക് നാളെന്താ പറയുന്നത്, അവിടെ പാലമുണ്ട്, കുപ്പിച്ചില്ലുണ്ട്, നിങ്ങൾ പോയില്ല എനിക്ക് തോന്നുന്നു. അത് ശരിയല്ലല്ലോ, അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഓക്കെ അവാർഡ് അല്ല എന്ന് കരുതി നമ്മൾ ഈ അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടല്ലല്ലോ ഒന്നും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അത് നേരത്തെ ഈ പറഞ്ഞ പോലെ അതൊരു ഭാഗ്യമാണ്. അപ്പോൾ എല്ലാം കൂടെ ഒത്തുവരിക എന്നുള്ളതാണ് അത്. കാരണം ഞാൻ വളരെ പ്രതീക്ഷയോടെ ചെയ്തൊരു ഷോർട്ട് മൂവി ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എനിക്ക് ഉറപ്പടുത്താണ് ഞാൻ അടിക്കും. ബാർബേറിയൻ സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ബാർബറുടെ വേഷം ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ നല്ല ബോഡിയൊക്കെ ഞാൻ അതിന് വേണ്ടി ഫുൾ ജിമ്മിലൊക്കെ പോകുന്ന ആളുണ്ട്. പിന്നെ ബോഡിയൊക്കെ ഷേപ്പിച്ചു. കാരണം കൊറോണ കാലത്താണ്. ഒരു കൊറോണ കാലത്ത് എത്രയോ വർഷങ്ങളായിട്ട് ഈ തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ അത് ചെയ്യാതിരിക്കുന്ന സമയത്ത് അയാളുടെ വിരലുകൾ ഇങ്ങനെ എപ്പോഴും ചെയ്ത് നിത്യമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം കുറേ നാളുകളായി ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ഒരു ഇതുണ്ട്, ഒരു എന്താ പറയുന്ന ഒരു ഫീലുണ്ട്. അത് അവർക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്ഥിരമായി പാട്ട് പാടുന്നവർ അറിയാതെ വായിൽ പാട്ട് വരുന്ന പോലെ, നൃത്തം ചെയ്യുന്നവർ അറിയാതെ ഇത് മുദ്രകൾ കാണിക്കുന്ന പോലെ നമ്മൾ ചെയ്യുന്ന എന്താണ് ജോലി ചെയ്യുന്നത് ആ ജോലിയിൽ നമ്മളെപ്പോഴും ഇടയ്ക്ക് ബ്രേക്കാവുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കും. അത് ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷമമൊക്കെ നമുക്കുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ ഇയാൾ ഈ കൊറോണ കാലത്ത് ഇയാൾക്ക് ആരും വരുന്നില്ല, മുടി വെട്ടാൻ ആരും വരുന്നില്ല, ഇയാൾ കട തുറക്കാൻ പറ്റുന്നില്ല. ആ സമയത്തുണ്ടാകും ഇയാൾ കുറേ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു ക്യാരക്ടറായിരുന്നു. രാജീവ് കരിമാടിയുടെ സ്ക്രിപ്റ്റായിരുന്നു. നമ്മുടെ അലിയൻസിൻ്റെ ഡയറക്ടർ രാജേഷ് തലച്ചിനെ ഡയറക്റ്റ് ചെയ്തു. ഞാനാണ് ബാർബറായിട്ട് അഭിനയിച്ചത്, ബാർബർ സഹദേവൻ എന്നൊരു കഥാപാത്രം. അപ്പോൾ സത്യം പറഞ്ഞാൽ അതിനുവേണ്ടി ഞാനിപ്പോൾ ഈ പറയുന്ന ഓരോ സിനിമകളും അല്ലെങ്കിൽ ഓരോ ക്യാരക്ടർ, ഇപ്പോൾ മോഹനകൃഷ്ണൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് പഠിച്ചത് ഒന്നുമില്ല, അല്ലെങ്കിൽ അളിയൻസിനെ മറ്റൊക്കെ ഒന്നുമില്ല. അതൊക്കെ നമ്മൾ ഒരുപാട് പേരെ ഒബ്സർവേഷൻ നമ്മളിപ്പോൾ കാണുമ്പോൾ നമ്മുടെ കലാകാരന്മാരെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്, നമ്മൾ ഒന്ന് കാണുമ്പോൾ അതിൽ ആകർഷനാകുകയും അതൊന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ അതൊന്ന് സ്വായത്തമാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നതാണല്ലോ പതിവ്. പക്ഷെ ചില തൊഴിലുകൾ ഇപ്പോൾ വള്ളം തൊഴാൻ അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ പ്രോപ്പറായിട്ട് വള്ളം തൊഴാൻ പറ്റൂ. ഫുട്ബോൾ കളിച്ചിട്ട് തന്നെ എൻ്റെ കൈ കാലും അവൻ്റെ പോസ്റ്റേഴ്സും കറക്റ്റ് ആവുള്ളൂ. ക്രിക്കറ്റ് കളിക്കാത്തൊരുത്തിന് ബാറ്റ് പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അത് കുറച്ച് അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേറെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടി വരുമായിരിക്കും. അപ്പോൾ ഞാൻ ഈ സഹദേവൻ്റെ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി സത്യത്തിൽ
ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ചെറിയങ്കിലാണ് ശാർക്കര ക്ഷേത്രത്തിനടുത്ത് ലാലു എന്ന ചേട്ടനുണ്ട്, ലാൽ സലൂൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ മൂത്ത ചേട്ടനോട് പഠിച്ചാണ് ലാലുവാണ്. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്. ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ 2 ദിവസം അവിടെ പോയി നിന്നിട്ടുണ്ട് ഈ മുടി വെട്ടുന്ന കാണാനും. പുള്ളി എനിക്ക് കത്രിക പിടിക്കുന്ന ശൈലി പഠിപ്പിച്ചു തന്നു. കാരണം ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് മുടി വെട്ടുന്ന ആളായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വെടി വെട്ടുന്ന പോലെ കാണിച്ചാൽ കഥാപാത്രം ചുറ്റിപ്പോകുമല്ലോ. ഷേവ് ചെയ്യാൻ പഠിപ്പിക്കുന്നതൊക്കെ നമ്മൾ വിചാരിക്കും ഭയങ്കര ഈസിയാണെന്ന്. ബാർബർ ഷോപ്പിൽ അവർ ബലൂണിലാണ് ഷേവ് ചെയ്ത് പഠിക്കുന്നത്, വിശ്വസിക്കും. ബലൂൺ ഊതി വിരിപ്പിച്ചിട്ട് അതിനകത്തേക്ക് സോപ്പിൻ്റെ പത ഇട്ടിട്ട് അതിങ്ങനെ ബ്ലേഡ് വെച്ചിട്ട് ഇങ്ങനെ ഷേവ് ചെയ്യും. ബലൂൺ പൊട്ടാതെ ഷേവ് ചെയ്യണം, അങ്ങനെയാണ് പഠിപ്പിക്കുന്നവർ. ഞാനത് ചെയ്ത് നോക്കി. ആ ചേട്ടൻ പറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം നമ്മുടെ സ്കിന്നാണ്, വേറെ ആളെ നമ്മൾ വിശ്വസിച്ചിരിക്കുക. ഇങ്ങനെ കൊണ്ട് കിറ പിടിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇളവി അങ്ങ് പോയാൽ തീർന്നില്ലേ. അതൊക്കെ പഠിച്ചു. ഒരു പരുവത്തിന് ഞാൻ പോയി നന്നായിട്ട് ചെയ്തു. എല്ലാവരും ഭയങ്കര അഭിപ്രായം, മനീഷാണെന്ന് പറയില്ല എന്നൊക്കെ പറഞ്ഞു. സ്റ്റേറ്റ് അവാർഡിന് കൊടുത്ത് ഒരു പുല്ലും കിട്ടിയില്ല. ഭയങ്കര വിഷമായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, ചിലപ്പോൾ അതിനേക്കാൾ മികച്ച പെർഫോമൻസ് ആരെങ്കിലും കാണിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തോ നമുക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ ഇന്നും അത് കാണുമ്പോൾ ആൾക്കാരൊക്കെ വളരെ അത്ഭുതത്തോടെ പറയാറുണ്ട്. പക്ഷെ അപ്പം അതുകൊണ്ട് എന്ന് കരുതി നമ്മൾ അവാർഡിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതെല്ലാം കൂടെ ഒത്തു വരണം. അത്രയൊന്നും സ്ട്രെയിൻ ഇല്ലായിരുന്നു എനിക്ക് വേറെ ഒന്നും ചെയ്യാനായിട്ട്. ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവായിട്ട് അഭിനയിക്കുന്ന സമയത്ത് നമുക്ക് അത്ര ഭയങ്കര പിന്നെ കുറച്ച് ചിട്ടകൾ പാലിക്കുക എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഭയങ്കരമായ ട്രെയിനിങ് ഒന്നും വേണ്ടി വന്നില്ല. പക്ഷെ ഇത് ഞാൻ സത്യത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ്. പക്ഷെ അതിന് ഒന്നും കിട്ടിയില്ല. അപ്പം അതൊക്കെ സംഭവിക്കാം, അതൊക്കെ സ്വാഭാവികമാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ചുകൂടെ എനിക്ക് അവാർഡ്സിന് മുമ്പായിരുന്നു അവാർഡ്സിന് ഭയങ്കര വാല്യൂ ഉള്ള സമയം എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. ഇപ്പൊ വരുമ്പോ പലപ്പോഴും പലരും അതെന്തിനാ കൊടുത്തതൊക്കെ ചോദിക്കാറുണ്ട്. കാരണം ആൾക്കാർക്ക് ഇപ്പൊ എല്ലാത്തിലും ഈ പറഞ്ഞ പോലെയാണല്ലോ, കാലം മാറുന്നതനുസരിച്ച് എല്ലാ കാര്യങ്ങളും കുറച്ച് ഈസിയസ്റ്റ് വേയിലൂടെ കടന്നു പോയിക്കൊണ്ടത്. വാതിലുകൾ ഒരുപാടുണ്ട്. പണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു മുറിക്ക് ഒരു മുറിക്കകത്ത് എയർ സർക്കുലേഷൻ്റെ ഒരു സാധ്യത 2 വശത്തു നിന്നാണെങ്കിൽ ഇപ്പം 4 വശത്തു നിന്നും എയർ സർക്കുലേഷൻ ഉള്ള ആൾക്കാർക്ക് വിശാലതയാണ് എല്ലാ കാര്യത്തിനും വേണ്ടത്. എന്ന് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങൾക്കും ഒന്നിലധികം ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ അഭിനയിക്കാനാണെങ്കിൽ ശരി തന്നെ. ഇപ്പം ഇന്ന് നമ്മൾ സെലിബ്രിറ്റീസ് പണ്ട് നമ്മൾ സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞാൽ ആരെയൊക്കെയായിരുന്നു? സിനിമയിൽ അഭിനയിക്കുന്നവർ, പിന്നെ സീരിയൽ അഭിനയിക്കുന്നവർ, TV പേഴ്സൺസ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരായിരുന്നു. ഇന്ന് സെലിബ്രിറ്റീസ് അവർ മാത്രമാണോ? ടിക്ടോക്ക് ചെയ്യുന്നവർ സെലിബ്രിറ്റീസാണ്. നമ്മൾ എന്ത് ചെയ്യുന്നവരും സെലിബ്രിറ്റീസാണ്. നമ്മൾ കാണുന്നില്ലേ, നമ്മൾ ഉദ്ഘാടനമൊക്കെ ചെയ്യാൻ വരുന്ന നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ ഉദ്ഘാടനം ചെയ്യാൻ വരാറുണ്ട്. അവർ വരുമ്പോൾ ഈ 10-12 അല്ലെങ്കിൽ 10-25 വർഷമായിട്ട് നിൽക്കുന്നവരെ കാണാൻ ആൾക്കാർ തടിച്ചു കൂടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറിപ്പോയി. അപ്പോൾ എന്ന് പറയുന്നത് എന്താണ്, പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വിരൽത്തുമ്പിലിരിക്കുന്ന നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നമുക്ക് ലോകം മുഴുവൻ അറിയപ്പെടാൻ പറ്റുന്ന ഒരു കാലമാണെന്ന്. പണ്ടൊന്നും അങ്ങനെ സാധ്യതകൾ തീരെ ഇല്ലായിരുന്നു. പിന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇപ്പൊ വരുന്നതൊക്കെ ഇങ്ങനെ കുമ്പളകൾ പോലെ വന്ന് പോവുകയാണ്. കാരണം ഈ 3 കൊല്ലം മുമ്പുള്ള സെലിബ്രിറ്റീസും ചിലപ്പോൾ ഇപ്പൊ നമ്മൾ കാണൂല. ശരിയാ. പക്ഷെ 30 കൊല്ലം മുമ്പുള്ള സെലിബ്രിറ്റീസ് ഇപ്പോഴും സെലിബ്രിറ്റി ആയി നിൽക്കുന്നവരുണ്ട് ഇവിടെ. അത് നമ്മൾ ഈ വേഗത്തിൽ ഒഴുകുന്ന പുഴ വേഗത്തിൽ കടലിൽ പതിക്കും, സാവകാശം ഒഴുകുന്ന പുഴ സാവകാശമേ കടലിൽ പതിക്കും. എന്തായാലും കടലിൽ പതിക്കും നമ്മൾ. പക്ഷെ എന്ന് പറഞ്ഞ പോലെയാണല്ലേ, നമ്മൾ ഈ പെട്ടെന്ന് ഒരു ഭൂമിയിൽ വരുന്നതൊക്കെ അങ്ങനെ തന്നെ അങ്ങ് പോകാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഈ പറഞ്ഞ കുറച്ചുകൂടി എന്താണ് പറയുന്നത്, വിശാലമായി പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നവർ കുറച്ച് കൂടുതൽ കാലം നിലനിൽക്കാൻ പറ്റും എന്ന് തോന്നുന്നു. അല്ല, അപ്പം ചേട്ടാ ഈ പറഞ്ഞ പോലെ ഈ കഷ്ടപ്പെട്ട് എൻജോയ് ചെയ്തൊരു സ്റ്റാർഡം ആണല്ലോ ചേട്ടൻ്റെത്. അന്ധകാലത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് അത് അന്നത് ഹാൻഡിൽ ചെയ്തത് എങ്ങനെയായിരുന്നു? ലൈക്ക് നമ്മളിപ്പം സാധാരണ പോകുന്ന ചേട്ടനൊക്കെ ഇപ്പം ഈ പറഞ്ഞ പോലെ അന്ന് മിനി സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്നാണ് സ്റ്റാർഡം കിട്ടുക എന്നുള്ളത്. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്തത് എങ്ങനെയാണ്? അതാണ് എൻ്റെ ചോദ്യം. നമുക്ക് ഇപ്പം പറയുമല്ലോ, സ്റ്റാർഡം കിട്ടുമ്പോൾ പലരും അഹങ്കാരമാകും, അല്ലെങ്കിൽ അതിനൊരു മിതമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നവരെയാണല്ലോ എന്നും എല്ലാവരും. അത് മിതമായി ഹാൻഡിൽ ചെയ്യുന്നത് എപ്പോഴും അനുഭവങ്ങൾ കൊണ്ട് മാത്രമേ നമ്മൾ പഠിക്കുകയുള്ളൂ. നമുക്ക് ആദ്യം നമ്മളെ ഒരുപാട് പേര് തിരിച്ചറിയുമ്പോൾ, നമുക്ക് ഒരുപാട് അവസരങ്ങൾ വരുമ്പോഴൊക്കെ നമുക്ക് തോന്നും നമ്മൾ എന്തോ സംഭവമാണെന്ന് തോന്നും. അതില്ലാതെ വരുന്നൊരു സമയം നമുക്ക് തന്നെ പെട്ടെന്ന് ദൈവം തരും. അപ്പോൾ പെട്ടെന്ന് പഠിച്ചോളൂ. നമ്മൾ പെട്ടെന്ന് പഠിച്ചാൽ കൊള്ളാം, നമ്മൾ സർവൈവ് ചെയ്യും. പെട്ടെന്ന് പഠിച്ചില്ലെങ്കിൽ അവിടെ നിന്ന് കറങ്ങിട്ട് തിരിച്ച് പോകേണ്ടി വരും. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരുടെ ജീവിതത്തിലും ഈ പറഞ്ഞ ഏറ്റക്കുറച്ചിലുണ്ടാവും. അപ്പം നമ്മൾ അത് പക്ഷേ നമ്മളിപ്പോൾ
20 വയസ്സായൊരു കുട്ടിയോട് പറഞ്ഞാൽ അവൻ ഉൾക്കൊള്ളാൻ പറ്റുന്നത് മാത്രമേ ഉൾക്കൊള്ളുള്ളൂ. അവൻ്റെ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ഒക്കെ വേറെ ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്ര പറഞ്ഞാലും അവനത് കേൾക്കരുത്. നേരത്തെ നമ്മൾ പാലം കടന്നു പോയ ആളെ പറ്റി പറഞ്ഞില്ലേ, അയാൾ പറയുന്നുണ്ട് നീ അങ്ങോട്ട് പോകരുത്, അവിടെ കുഴിയാണെന്ന് പറഞ്ഞാലും ഇവൻ അതുവഴിയേ പോകാൻ നോക്കുള്ളൂ. കാരണം ഇവനത് അറിയണം. അറിയാണ്ടൊരു ത്വര ചെറുപ്പത്തിലുണ്ടാവും നമുക്ക് എല്ലാവർക്കും. മനുഷ്യർക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണല്ലേ അരുതെന്ന് പറയുന്നത്, ചെയ്യാൻ തോന്നുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞ പോലെ നമ്മൾ പറയും അത് ഉറപ്പായിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ആൾ ഉറപ്പായിട്ടും അറിയാം അയാൾ കുഴി വീഴുമെന്ന്. എന്നാൽ പറഞ്ഞാൽ പോലും അതിനെ അനുസരിക്കാൻ തയ്യാറല്ല. ബൈ ചാൻസ് അവൻ രക്ഷോട്ട് വരുന്നില്ലെങ്കിൽ അവന് ഉറപ്പായിട്ടും ആ കുഴി വീഴും. അവൻ വീണപ്പോൾ ചിലപ്പോൾ പഠിക്കും. നമ്മൾ കുട്ടിക്കാലത്ത് അങ്ങനെ വീണ് പഠിക്കുന്ന പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ആണ് അവർ വളരെ നമ്മളെ മിതമാക്കുന്നത്. നമ്മളിപ്പോൾ പണ്ട് ഇപ്പോൾ ബൈക്ക് ഓടിക്കും പോലെ ആയിരിക്കില്ല. 18 വയസ്സിൽ ബൈക്ക് ഓടിക്കുന്ന ഒരാൾ 28 വയസ്സിൽ അതുപോലെ ഓടിക്കില്ല. 18 വയസ്സ് ബൈക്ക് ഓടിച്ചാൽ 38 വയസ്സിൽ ഒരിക്കലും അങ്ങനെ ഓടിക്കില്ല. 18 വയസ്സിൽ ബൈക്ക് ഓടിച്ചാൽ പക്ഷേ 40 വയസ്സിൽ ബൈക്ക് എടുക്കില്ല. അത് പക്ഷേ ആ കാലം കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഇത് തന്നെയാണ് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും. നമ്മൾ എടുത്തുകാട്ടങ്ങളൊക്കെ നമ്മൾ സാവകാശം അറിഞ്ഞറിഞ്ഞ് വരുമ്പോൾ നമ്മളിത് മനസ്സിലാക്കി വരുമ്പോൾ കുറഞ്ഞ് വരും. അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് വലിയൊരു സന്തോഷമോ വലിയൊരു ആഹ്ലാദമോ ഒന്നും നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല. കാരണം ഇതിൻ്റെയൊക്കെ പിന്നിൽ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ അടുത്തൊരു പതനം ഉണ്ടാവും നമുക്കറിയാം. അപ്പോൾ ഒരു വളരെ കൂളായിട്ട് കാണണം. പക്ഷെ കൂളായിട്ട് കാണാൻ പറഞ്ഞാൽ ആദ്യം നോക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ 2000 വരുന്ന സമയത്ത് ഞാൻ 2001 ഞാൻ 3 സീരിയൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഒരു ലൊക്കേഷൻ നടത്തിലൊക്കെ അങ്ങനെ ചെയ്യാൻ അഭിനയിച്ചിട്ടുണ്ട്. അതേ ഞാൻ 2003 കഴിഞ്ഞപ്പോൾ ഒരു വർക്കും ഇല്ലാതെ വീട്ടിലിരുന്നിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കും നമ്മൾ ഇൻഡസ്ട്രിയിലല്ല, നമ്മൾ ഈ ലോകത്തിനെ ആവശ്യമില്ല തോന്നിപ്പോൾ നമുക്ക് ഇവിടെ ജീവിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണെങ്കിൽ, ഇവിടെ നിലനിൽക്കേണ്ട ആവശ്യവും നമുക്കാണെങ്കിൽ നമ്മൾ വിചാരിക്കണം, നമ്മൾ കഷ്ടപ്പെടണം, നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ നിലനിൽക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ മീൻസ് നമുക്ക് എന്നും ആൾക്കാർ കാണുന്ന തരത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴോ അപ്രത്യക്ഷമാകാം. ആ ഒരു ചിന്തയിൽ നിന്നാണ് ചേട്ടൻ ഇത്ര എപ്പോഴും ഞാൻ കാണുമ്പോഴൊക്കെ ചേട്ടൻ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ ആ ഒരു ചിന്താഗതിയാണ്. ബേസിക്കലി കുറച്ചുകൂടി ഞാൻ കുറച്ച് പ്രായത്തെക്കാൾ അധികമാണ്. ചെറിയ നാൾ മുതൽ കുറച്ചുകൂടി മുമ്പോട്ട് ചിന്തിക്കും ഞാൻ. നമ്മുടെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ അന്ന് എനിക്ക് ധാരാളം മുതിർന്ന ആൾക്കാരുമായിട്ട് സൗഹൃദം ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പം ഞാൻ പണ്ട് നാടകയോഗം, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നാടകയോഗം എന്നൊരു പരീക്ഷണ നാടക കളരി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ SLC എക്സാമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ സാറിൻ്റെ കൂടെ ആയിരുന്നു, നാടകയോഗം രഘു സാറിൻ്റെ കൂടെ ആയിരുന്നു. നാടകയോഗം എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായൊരു സംഘടനയായിരുന്നു, സംഘമായിരുന്നു അത്. അവിടെ നിന്നാണ് പിന്നീട് അവിടുത്തെ അജയൻ ചേട്ടനൊക്കെയാണ് അഭിനയം തുടങ്ങുന്നത്. അഭിനയം എന്ന് പറഞ്ഞാൽ വലിയ നാടക പ്രസ്ഥാനമുണ്ട്. അതൊക്കെ അവർക്ക് അവിടെ നിന്ന് വന്നായിരുന്നു. രഘുത്തമൻ ചേട്ടൻ, മഹേഷ് പഞ്ചു, ഇങ്ങനെ നാടകത്തിലേക്ക് വളരെ പ്രശസ്തരായ ആൾക്കാർ, അവരൊക്കെ വന്ന കളരിയാണത്. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഈ മുതിർന്ന ആൾക്കാരെ കണ്ടാണ് നമ്മൾ വളരുന്നത്. അപ്പം നിറഞ്ഞ ആൾക്കാരിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ട് പഠിച്ചൊക്കെ വരുമ്പോൾ നമ്മൾ അറിയാതെ കുറച്ച് പക്വതപ്പെട്ടു പോകും, അല്ലെങ്കിൽ പരുവപ്പെട്ടു പോകും പ്രായത്തേക്കാൾ ഉപരി. അതാവണം ഒരു പക്ഷേ. അല്ലെങ്കിൽ ഓരോ ദിവസത്തോടെ നമ്മൾ അറിയുമ്പോൾ നമ്മൾ എന്താ പറയുക, ഇതിലൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ പേരിലോ പ്രശസ്തിയിലോ പണത്തിലോ ഒരു കാര്യമില്ല. ഇതെല്ലാം നൈമിഷികമാണെന്ന് സത്യം തിരിച്ചറിയുന്ന തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാവും ഏത് നിമിഷവും നഷ്ടപ്പെട്ടു പോകാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം കൊണ്ട് നടക്കുന്നവരാണ് നമ്മൾ, അല്ലേ? നമ്മൾ അത് ശരിയല്ലേ, നമ്മൾ അടുത്ത നിമിഷം ജീവിച്ചിരിക്കുമെന്ന് പോലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത. അത് മുരുകൻകാട്ടക്കട ഒരു കവിതയുണ്ട്. നഷ്ടപ്പെടും വരെ നഷ്ടപ്പെടുന്നതിൻ നഷ്ടമെന്താണെന്നതോർക്കില്ല നാം. നഷ്ടപ്പെടും വരെ നഷ്ടപ്പെടുന്നതിൻ നഷ്ടമെന്താണെന്നതോർക്കില്ല നാം. സത്യമല്ലേ? കറക്റ്റ് ആണല്ലേ. നമുക്ക് തോന്നുന്നത് നമ്മുടെ സ്വന്തമാണ്, ഇത് നമ്മുടെ മാത്രമാണ് എന്ന് തോന്നുന്ന പലതും, അത് വ്യക്തികളാകാം, സ്ഥാനമാനങ്ങളാകാം, പ്രസ്ഥാനങ്ങളാകാം, എന്തും. ഇതൊക്കെ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളില്ലെങ്കിലും ഇതെല്ലാം അതിൻ്റെ വഴിക്ക് തന്നെ പോകും. നമ്മൾ കണ്ടിട്ടില്ല ചില കുടുംബങ്ങളിലൊക്കെ ഭർത്താവ് എല്ലാ കാര്യങ്ങളും നോക്കും. ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന PSCയിൽ വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയുണ്ട്. അപ്പം സുമി പറയുമായിരുന്നു, പാലിൻ്റെ പൈസ അവൾക്കറിയില്ല, പത്രത്തിൻ്റെ പൈസ എത്ര, കറണ്ട് ചാർജ് അറിയില്ല. കാരണം എല്ലാം ഈ മനുഷ്യൻ നോക്കുമായിരുന്നു. ഈ മനുഷ്യൻ അത്രത്തോളം അവരെ സ്നേഹിക്കുമായിരുന്നു. ഈ മനുഷ്യൻ അങ്ങനെ ഒരാളായിരുന്നു. ഒരു ദിവസം രാവിലെ അയാൾ കുഴഞ്ഞു വീണ് മരിച്ചുപോയി. ഈ സ്ത്രീ ശൂന്യമായി പോയി. ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അവർക്ക്. അപ്പോൾ പിന്നെ അവർ അങ്ങനെ
അപ്പോൾ അതുവരെ അവർ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലില്ല. പക്ഷെ പിന്നെ അവർ ചിന്തിക്കേണ്ടി വരുന്നു. അപ്പോൾ ജീവിതം പലപ്പോഴും നമ്മളെ ഒറ്റപ്പെടുത്തുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ജീവിതം പഠിക്കുന്നത്. അത് നമ്മൾ ഈ പറയാറില്ലേ, നമ്മൾ വളർത്തുന്ന ചെടികളും കാട്ടുചെടികളും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ചെടികൾക്ക് സമയാസമയങ്ങളിൽ വളമിട്ട് കൊടുക്കും, വെള്ളം ഒഴിച്ചു കൊടുക്കും. അതൊരു കാറ്റിൽ പെട്ടെന്ന് കുഴഞ്ഞു വീഴും, കാരണം അതിൻ്റെ വേരുകൾക്ക് ആഴമില്ല. പക്ഷെ കാട്ടിൽ നിൽക്കുന്ന ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ആരില്ല, വളമിട്ട് കൊടുക്കാൻ ആളില്ല. അതുകൊണ്ട് ആ മരത്തിൻ്റെ വേരുകൾ നാനാ ദിക്കിലേക്ക് അന്നം തേടി പോകും. ആ വേര് തേടി പോകുന്ന വഴികളൊക്കെ അത് ഉറച്ച് നിൽക്കുക. എത്ര കൊടുങ്കാറ്റ് വന്നാലും എത്ര പേമാരി വന്നാലും അത് ആടില്ല, കാരണം അത്രത്തോളം ആഴത്തിൽ അതിൻ്റെ വേരുകൾ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് കാട്ടിൽ ഇത്രയും വൻമരങ്ങൾ നിൽക്കുന്നത്. നമ്മൾ വീട്ടിൽ വളർന്ന ചെടിയൊക്കെ ഒരു വെയിൽ കൊണ്ടാൽ കഴിഞ്ഞു, നമ്മളെടുത്ത് വെയിലത്ത് വെച്ചിട്ട് പൊടിഞ്ഞു പോകും, അത് പൊഴിഞ്ഞു പോകും, അത് നശിച്ചു പോകും. നമ്മുടെ മനുഷ്യരുടെ കാര്യം അങ്ങനെയാണ്, കഷ്ടപ്പെട്ട് ജീവിക്കുന്ന. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, നമ്മൾ എന്തുകൊണ്ടാണ് നേടിയ പ്രശസ്തിയോ ഒക്കെ നിലനിർത്താൻ പറ്റുക ഒരാൾക്ക് പറ്റിയാൽ അത് അയാളുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ്. ഒരു ദിവസം രാവിലെ നമ്മളൊരു പ്രശസ്തനായാൽ അത് നിലനിർത്താൻ അയാൾക്ക് അറിയില്ലായിരിക്കും. അതുകൊണ്ടല്ലേ നമ്മൾ കേട്ടിട്ടില്ല, നമ്മളിപ്പോൾ ഈ ഒരാൾക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ലോകത്ത് അറിയപ്പെടുന്ന പണക്കാരന്മാരാരും അല്ലെങ്കിൽ ലക്ഷപ്രഭുക്കളാരും ലോട്ടറി അടിച്ച് കിട്ടിയവരല്ല. അത് ഞാൻ ഈയിടെ എന്നോട് ആരോ ഈ ഡയലോഗ് പറഞ്ഞായിരുന്നു കേട്ടോ. ലോട്ടറി അടിച്ച് കോടികൾ കിട്ടിയവരാരും ലക്ഷപ്രഭുക്കളായിട്ട് ജീവിക്കുന്നില്ലല്ലോ ഇപ്പോഴും. അതെ, കാരണം അവനത് ബാലൻസ് അറിയില്ലല്ലോ. അതെ, ഈ പൈസ എൻ്റെ ഒരു 50 കോടി ഞാനിത് എവിടെ കൊണ്ടുവയ്ക്കും, ഈ പൈസ ഞാൻ എവിടെ കൊണ്ടുവയ്ക്കുന്ന ഇവനറിയില്ലേ. വരുന്ന വഴി മാത്രമേ അറിയൂ, ഇത് എങ്ങനെ ചിലവാക്കണം എന്നറിയില്ല, ഇത് നാളേക്ക് വേണ്ടി കരുതി വയ്ക്കാൻ അറിയില്ല. മറ്റാളങ്ങനെ 3000 രൂപ കൊട്ടു, അത് 6000 രൂപ ആക്കി, പിന്നെ അത് 60,000 ആക്കി, പിന്നെ അത് 6 ലക്ഷമാക്കി, 60 ലക്ഷമാക്കി, 6 കോടിയാക്കി, 60 കോടിയാക്കി. അങ്ങനെ 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 അവൻ ഈ പോകുന്നതും വരുന്നതും അതിനിടയിൽ ചില നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പം അങ്ങനെ നേടിയെടുക്കുന്നതല്ലേ. അപ്പം അവനറിയാം ഇത് എവിടെ കൊണ്ടുവയ്ക്കണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. നാളെ എനിക്കിപ്പോൾ ഒരു 50 കോടി അടിച്ചാൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വേണ്ടെന്നേ, സീരിയസ്ലി. ഞാൻ അറിയോ, ഞാൻ ഒരു സീരിയൽ മാത്രം ഒരു പ്രാവശ്യം ഒരു സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരാൾ എന്ത് ചെയ്യുന്നു, ഞാൻ എന്നെ സീരിയൽ ആ സീരിയൽ ഈ സീരിയൽ എന്ന് പറയാറുണ്ട്, 2-3 സീരിയൽ അഭിനയിക്കും. ഞാൻ അത് എൻ്റെ ഒരു ശീലമാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് എന്നെ പാകപ്പെടുത്തി വെച്ചിരിക്കുന്നത്. കാര്യനിസ്സാരം ചെയ്യുന്ന സമയത്ത് കാര്യനിസ്സാരം മാത്രമായിരുന്നു, തമിഴ് ചെയ്യുന്ന സമയത്ത് തമിഴ് മാത്രമായിരുന്നു. ഇപ്പോൾ അളിയൻ ചെയ്തു തുടങ്ങിയിട്ട് 7 വർഷമായി. അളിയൻസ് മാത്രം, വേറെ സിറ്റ്കോമുകളൊന്നും ചെയ്യില്ല. പക്ഷെ പകരം ഞാൻ സ്റ്റേജ് ഷോസ് ചെയ്യും, ടൂറ്, ട്രിപ്പ്, പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റേജ് ഷോസ്, പിന്നെ ആങ്കറിങ്, അതൊക്കെ ചെയ്യും. പക്ഷെ നമുക്ക് ബേസിക് ഒരു പേയ്മെൻറ്റ് അല്ലെങ്കിൽ ബേസിക് ഒരു സാധനം, സ്ഥിരമായിട്ടുള്ള ഒരു സാധനം മാത്രമേ കാണുള്ളൂ. ഇതേ സമയം വേറെ സീരിയൽ വെക്കാൻ പറ്റിയില്ല. വേണമെങ്കിൽ നമുക്കിപ്പോൾ അത്യാവശ്യം പേരുള്ള സമയത്താണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ കമ്മിറ്റ് ചെയ്യാം, നമുക്ക് ഇരട്ടി പൈസ വരും. പക്ഷെ അതിനോട് ഞാനിതുവരെ അങ്ങനെ താല്പര്യപ്പെടുന്നില്ല. കാരണം ഇതിൽ എനിക്ക് ഒന്നും അധികം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. ഇതൊന്നും വേണ്ടെന്നല്ല, പക്ഷെ ഞാൻ തൃപ്തനാണ് ഞാൻ. ഓക്കെ. ഇപ്പം ചേട്ടന് എനിക്ക് തോന്നുന്നു ഇതേപോലെ ഭയങ്കര പ്രശസ്തി കിട്ടിയ ഒരു ക്യാരക്ടറായിരുന്നു ശ്രീനാരായണ ഗുരു, അല്ലേ? ഗുരുദേവൻ ആക്ച്വലി അതൊരു ഡോക്യു ഫിക്ഷൻ പോലെ സാധനമായിരുന്നു. നമ്മുടെ കണ്ണൻ സാറായിരുന്നു ഡയറക്റ്റ് ചെയ്തത്. ചേട്ടൻ അതിനു വേണ്ടി എടുത്ത എഫേർട്ടൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞിരുന്നു. അല്ല, അത് ആ സമയത്ത് നമ്മൾ മുട്ടയൊക്കെ അടിച്ചു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് വ്രതമൊക്കെ എടുത്തിട്ടൊക്കെയാണ്. കാരണം നമ്മൾ കാരണം സാത്വികനായ ഒരു മനുഷ്യനാണ്, അല്ലേ? ഈ പറഞ്ഞ പോലെ ഒരു യുഗപുരുഷൻ ആയിട്ടൊക്കെ അഭിനയിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഭാഗ്യം. അപ്പം നമ്മളൊരു ദൈവാധീനം അതിനകത്ത് കാണിക്കണമല്ലോ. ഒരു കലാകാരൻ നില നമ്മൾ കാണിക്കണം. ഇപ്പം ഞാൻ ഈ അയ്യപ്പൻ സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു ദിവസവും പോലും നോൺ വെജ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഷൂട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ കൃത്യമായിട്ട് വ്രതം പാലിച്ചിട്ടാണ് ഈ അയ്യപ്പനിൽ അഭിനയിച്ചത്. അതെൻ്റെ ഒരു ഡെഡിക്കേഷനാണ്. ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിനോട് കാണിക്കുന്ന ഒരു നീതി, അല്ലെങ്കിൽ അതാണ് എൻ്റെ സന്തോഷം. ഞാനതിനെ വളരെ സന്തോഷമായിട്ടാണ് കാണുന്നത്. ചേട്ടനൊരു സീരിയൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? പിന്നെ എഴുതിയിട്ടും ഉണ്ടെന്ന് തോന്നുന്നു. ഒരെണ്ണം ഉള്ളോ എടുത്ത്? അല്ല, ഞാൻ സാധാരണ ഞാൻ അതായത് കൈരളിയിൽ നേരത്തെ താരോത്സവം എന്നൊരു ഷോ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ മലയാളത്തിൽ 36 സീരിയൽ താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മലയാളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ഷോ ആയിരുന്നു അത്. താരോത്സവം എന്നാണ് ഷോയുടെ പേര്. ആ ഷോയിൽ 6 ടീമുകളാണ്, 6 പേരടങ്ങുന്ന 6 ടീമുകൾ, 36 പേര്. അതിൽ ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ ഞാനായിരുന്നു. അതിന് 2 പ്രാവശ്യവും എൻ്റെ ടീമിനായിരുന്നു ഫസ്റ്റ്. അതിൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും ഫുള്ള് ഞാൻ ചെയ്തിരുന്നത്.
അത് വളരെ നമ്പ്യാർ, കുഞ്ചൻ നമ്പ്യാരുടെ കഥകൾ, അങ്ങനെ ഓരോരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ എഴുതുകയും അതിൻ്റെ വിഷ്വൽ ചെയ്യുകയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ അതല്ലാതെ പിന്നെ ഞാൻ ഈ ചെയ്തൊരു ഷോർട്ട് മൂവിയാണ്, അത്യാവശ്യം കുറച്ച് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. 12 വയസ്സിനൊരു ഷോർട്ട് മൂവി ഉണ്ടായിരുന്നു. അതായത് എൻ്റെ മകൾക്ക് 12 വയസ്സാകുമ്പോൾ കുട്ടി മെച്ചുറാകുന്നതിൻ്റെ അന്ന് രാത്രി അമ്മ കുഞ്ഞിനെ കഴുത്തേരിച്ച് കൊല്ലുന്നൊരു കഥയുണ്ടായിരുന്നു. അതിൻ്റെ സ്ക്രിപ്റ്റായിരുന്നു അത്. ഞാൻ സംവിധാനം ചെയ്തൊരു ഷോർട്ട് മൂവിയായിരുന്നു. അത്യാവശ്യം ചർച്ചാ വിഷയമൊക്കെ ആയതാണ്. അപ്പം അങ്ങനെ അത് ആളുകൾ എഴുതാറുണ്ട്. അത് ഇപ്പം തന്നെ എഴുത്തിൽ കൂടെ ഉള്ളതാണ്, എഴുത്തും കൂടെ ഉണ്ട്. ചേട്ടൻ ആക്ച്വലി ഇപ്പം ചേട്ടനെ സീരിയൽ നല്ല പ്രൊഡ്യൂസർ. ഞാൻ അല്ലാതെ 3 പെണ്ണുങ്ങൾ, പിന്നെ ലേഡീസ് 3 പെണ്ണുങ്ങൾ എന്ന് പറയുന്ന 3 പെണ്ണുങ്ങൾ സൂര്യ ടിവിയിൽ, അതല്ല കോമിക്സ് ചാനലിൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ പുതിയൊരെണ്ണം ഒരു ഷോർട്ട് മൂവി ഡിസൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് മൂവി ഇപ്പോൾ ഒരെണ്ണം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നത് ഒരു കലാകാരന്റെ ഒരു എന്താ പറയാ ദാഹം എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ? അത് ഭയങ്കരമായിട്ടുണ്ടെന്ന് തോന്നുന്നു ചേട്ടന്. അത് ചേട്ടൻ ഇപ്പൊ പറയുന്നത് ഒരു സീരിയൽ ചെയ്യുന്നുണ്ട്, അതിന്റെ കൂട്ടത്തില് സ്റ്റേജ് ഷോസ്, മൂവീസ്, അതൊക്കെ വരുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി എങ്ങനെയാണ് ഇത്രയും വർക്കഹോളിക് അല്ലെങ്കിൽ ഇതിലേക്ക് ഇറങ്ങി നിന്ന് ഇങ്ങനെ ചെയ്യാനുള്ളൊരു ഊർജം? കൊതി, ആഗ്രഹം, അല്ലെങ്കിൽ ഇഷ്ടം, അങ്ങനെയൊക്കെ തന്നെ പറയാൻ നമുക്ക് വലിയ. കാരണം എനിക്ക് നല്ല അറിയാം. ഞാൻ തമിഴ് സീരിയൽ ചെയ്ത സമയത്ത് അവിടെ 8 മണിയാകുമ്പോൾ പാക്കപ്പ് ആവണം. കാരണം 8 മണിയാകുമ്പോൾ എല്ലാ ആർട്ടിസ്റ്റും പോവും. 8 മണി വരെ അവിടെ നിൽക്കുകയുള്ളൂ, എല്ലാവരും അങ്ങനെയാണ്. പക്ഷേ എൻ്റെ ഷോർട്സുകളുണ്ടെങ്കിൽ 8:30 വരെയൊക്കെ പോവും. എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ക്ലോസും എൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഇരിക്കുക, എനിക്കൊരു കുഴപ്പമില്ല. അപ്പം അത് അറിയാവുന്നതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, എൻ്റെ ഷോർട്സൊക്കെ ബാക്കി വയ്ക്കും. അതുകൊണ്ട് എനിക്ക് അവരുടെ ദേഷ്യമൊന്നുമില്ല, എനിക്ക് സന്തോഷമാണ്. കാരണം എനിക്ക് എത്ര അഭിനയിച്ചാലും എനിക്ക് മതിയാവില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് തന്നെയാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള നടനാവുക എന്നും. അത് ഇന്ന മീഡിയം എന്നില്ല, അത് തന്നെയാണ് ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ ഈ പറഞ്ഞ പോലെ പുതിയ പുതിയ ക്യാരക്ടേഴ്സ് ചെയ്യുക, അതൊക്കെ തന്നെയാണ്. ഇത് ഞാൻ തന്നെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ 2006, 2007, 2008 ഈ 3 വർഷവും ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ, അതായത് നമ്മുടെ ദുബൈയിൽ വെച്ച് നടക്കുന്ന DSF എന്നൊരു ഷോ ഉണ്ട്. അത് ഏഷ്യനെറ്റിൻ്റെ 3 വർഷം ഞാൻ ആങ്കർ ചെയ്തത്. അപ്പോൾ ആ സമയത്ത് അവിടെ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്ഥിരമായിട്ട് ചോദ്യം ചോദിച്ച് ഉത്തരം കൊടുത്തുകൊണ്ടിരുന്ന ഒരു മത്സരമായിരുന്നു. അപ്പോൾ ആമ തിരിച്ചിട്ടാൽ മറിയാമ എന്നൊക്കെ പറഞ്ഞ ചോദ്യം, ഒരു സമ്മാനം കൊടുക്കുക, അങ്ങനെ പരിപാടിയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് എന്നെ പ്രമോദ് എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് ഏഷ്യനെറ്റിന് വേണ്ടി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എത്ര എപ്പിസോഡ്? 20 എപ്പിസോഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു 20 എപ്പിസോഡാണെങ്കിൽ 20 കഥാപാത്രങ്ങൾ, ഞാൻ 20 ക്യാരക്ടേഴ്സായിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനന്ന് 20 ക്യാരക്ടേഴ്സ് ചെയ്താൽ ഭയങ്കര ഹിറ്റായിരുന്നു സാധനം. അതുകൊണ്ടാണ് 3 വർഷം എനിക്ക് ചെയ്യാൻ പറ്റിയത്. എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഇഷ്ടങ്ങളെയും എൻ്റെ ആഗ്രഹങ്ങളെയും, ഈ പ്രത്യേകിച്ചും ആക്ടിങ്ങിലുള്ള അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലുള്ള കലാരംഗത്തുള്ള ഇഷ്ടങ്ങളൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഫുൾഫിൽ ചെയ്തുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ ആരും അവസരം തന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അഭിനയിച്ചു സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് എഴുതും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും. അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ല എനിക്ക്. ചേട്ടൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ അതുപോലെ ഇങ്ങനെ അവസരം ഇല്ലാതായി പോകുന്ന ഒരു മൊമെന്റിൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു തോന്നൽ? അങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ വളരെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഒരുപാട് വർക്ക് ചെയ്തിട്ട് പിന്നെ വർക്കൊന്നും ഇല്ലാതിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഭയങ്കരമായിട്ട് അന്ന് എനിക്ക് ഈ 2000 ഞാൻ ഈ അറിയപ്പെട്ടു തുടങ്ങിയപ്പോൾ തന്നെ പെട്ടെന്നൊരു കാറൊക്കെ അങ്ങ് എടുത്തു, ഒരു മാരുതി കാറൊക്കെ എടുത്തു. അന്നത്തെ KL01C 16-17 KL01T 16-17 കാറൊക്കെ എടുത്തു. പിന്നെ ആ കാറിന് പെട്രോൾ അടിക്കാൻ പോലും പൈസ ഇല്ലാത്ത കണ്ടീഷനായി. ട്രിവാൻഡ്രത്ത് താമസിക്കുന്നു. വീട്ടിൽ പോയാൽ കുഴപ്പമില്ല, പക്ഷേ വീട്ടിൽ പോകില്ലല്ലോ. നമ്മൾ ഈ അവസരങ്ങൾക്ക് വേണ്ടി ട്രിവാൻഡ്രത്ത് വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുന്നു. വണ്ടിക്കൂലിക്ക് പൈസയില്ല, കാറിനടിക്കാൻ പൈസയില്ല, നിത്യ ചെലവിനുള്ള പൈസയില്ല. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് എടുത്തു, മനോജ് എന്നൊരു ഫ്രണ്ടും ഉണ്ടായിരുന്നു, മനോജ് കളമ്പൂർ. അപ്പോൾ ഞങ്ങളിങ്ങനെ അവസാനം അന്ന് മനോജ് വരുന്നത് തന്നെ, മനോജ് ആക്ച്വലി എന്നോട് വന്നതല്ല, മനോജ് പിന്നീട് ഒന്ന് ചേർന്നതാണ്. മനോജ് വന്നാൽ എനിക്ക് പകുതി റെൻറ്റ് ആകുമല്ലോ ഇട്ടാണ് മനോജിനെ കൂട്ടിയതാണ്. അങ്ങനെ ഞങ്ങളുടെ സൗഹൃദം അവിടെ വളർന്നു. പിന്നീട് നമുക്ക് ഗതിയില്ലാതെ വന്നപ്പോൾ മ്യൂസിയത്തിനടുത്താണ് ഞങ്ങളുടെ വീട്, കുറുപ്സിലയിൽ. അപ്പോൾ ഞാൻ ഒരു ദിവസമൊക്കെ ഞങ്ങളിങ്ങനെ അവിടെ പോയി ഇങ്ങനെ ആകാശത്ത് നോക്കിയിട്ട് ഇങ്ങനെ കിടക്കും. എന്ത് ചെയ്യണമെന്ന് അറിയാം, ആരും വർക്കിന് വിളിക്കുന്നില്ല, അവസരങ്ങളില്ല, കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകും. വല്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു. വണ്ടി ഓടിച്ച് പോകുമ്പോൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും, ഈ വണ്ടി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇടിച്ചാലോ എന്നൊക്കെ ചിന്തിച്ചിട്ടുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു മനുഷ്യന്. അപ്പോഴൊക്കെയാണ് നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ഈ 3 വർക്കൊക്കെ ചെയ്ത് ഇങ്ങനെ ഭയങ്കര സംഭവമാണൊക്കെ തോന്നിയപ്പോൾ ആ സമയത്തിന് ശേഷമാണ് ഇത് വരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ദുരന്തങ്ങൾ എന്നെ ഒരു ഭയങ്കരമായിട്ട് വേട്ടയാടിയിട്ടുണ്ട് ഒരുപാട്, പലതരത്തിൽ. ഇപ്പോൾ ഷൂട്ടിങ്ങിനിടയിൽ പൊള്ളലേറ്റു, 34% ശരീരത്തിൻ്റെ പൊള്ളലേറ്റ്, എൻ്റെ കൈയും എൻ്റെ ബാക്ക് സൈഡ്. തമിഴ് സീരിയൽ ചെയ്യുന്ന സമയത്ത്? തമിഴല്ല, മലയാളം. ഓപ്പോൾ എന്നൊരു സീരിയൽ, ഫുള്ള് പൊള്ളലേറ്റിട്ട്
28 ദിവസം ആശുപത്രി കിടന്ന് ഒരാളും നോക്കാൻ വരാറില്ല, ഒരു സൗഹൃദവും ഇല്ല, ആരുമില്ല, വീട്ടുകാർ മാത്രം. അപ്പോഴൊക്കെ നമ്മൾ തിരിച്ചറിവുണ്ടാവുകയാണ് നമുക്ക്. പിന്നീട് ഭയങ്കര പിന്നെ നമ്മൾ മേടിച്ചുകൊണ്ടിരുന്നതിൻ്റെ 4 പൈസ പോലും ഇല്ലാതെ പുതുതായിട്ട് വീണ്ടും അഭിനയിച്ചു തുടങ്ങുക, അവസരങ്ങൾ തേടിപ്പോവുക, വീണ്ടും പോവുക, കിട്ടാതിരിക്കുക, പറഞ്ഞു വിടുക, അങ്ങനെയൊക്കെ ഒരുപാട് അവസരങ്ങൾ വന്നു. അപ്പോൾ മനുഷ്യൻ പഠിക്കണമല്ലോ, അപ്പോൾ പഠിച്ചില്ല പിന്നെ ഇപ്പോൾ പഠിക്കാൻ. പിന്നീടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ മിന്നുകെട്ട് സീരിയലൊക്കെ വരുന്നത്. മിന്നുകെട്ടിന് മുമ്പുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. മിന്നുകെട്ട് സീരിയൽ വന്നത് ഞാൻ ആനന്ദ് കുമാർ എന്നൊരു ആനന്ദേട്ടനാണ് മിന്നുകെട്ടിൽ നായകനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മിന്നുകെട്ടിൽ 200ാമത്തെ എപ്പിസോഡിലാണ് ജോയിൻ ചെയ്യണത്. 200ാമത്തെ എപ്പിസോഡിലാണ് എൻ്റെ എപ്പിസോഡ് കയറുന്നത്. പിന്നെ ക്യാരി ഓൺ ലാസ്റ്റ് പിന്നെ അവസാനം വരെ ഉണ്ടായിരുന്നു അത്. പക്ഷെ ആ മിന്നുകെട്ടിൽ ഫിലിം സിറ്റി അവിടെ എനിക്കായിരുന്നു. അപ്പം അതാ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഒരു ലക്കാണ്. നമ്മളെ ക്യാരക്ടർ ഭയങ്കര പോളിഷ്ഡ് ആയിരുന്നു. ലുക്കാൻറ്റി ഞാൻ ഈ ഓയിൽ ഐറ്റംസ് ഒന്നും കഴിക്കില്ല, ഭയങ്കര പോളിഷ്ഡ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളായിരുന്നു. അത് കഴിഞ്ഞ് ആലോചിച്ചേക്കണം, അത് കഴിഞ്ഞ് കാര്യസാരത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ഭയങ്കര വടിവത്ത ഭാഷയെ സംസാരിക്കുന്ന, മലയാളം സംസാരിക്കുന്ന ഒരാൾ ആയിരുന്നു. അളിയൻസ് കുറച്ചുകൂടി സാധാരണക്കാരനായ ആള്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വെറൈറ്റി ക്യാരക്ടേഴ്സ് അറിയാതെ വന്നു. ഇവിടെ സ്ത്രീയെ പറ്റി ചോദിച്ചപ്പോൾ നമ്മുടെ സ്ത്രീ എന്ന സീരിയലിനൊരു വലിയൊരു പരമ്പര ഉണ്ടായിരുന്നില്ല. അപ്പോൾ 3ാമത്തെ സ്ത്രീ ആയിരുന്നു അവസാനത്തെ സ്ത്രീ. അതിൽ ഞാനായിരുന്നു വില്ലൻ ക്യാരക്ടർ. ചോക്ലേറ്റ് അശോക് കുമാർ എന്നൊരു ക്യാരക്ടർ, പൂച്ച കണ്ണൊക്കെ വെച്ചിട്ട്. നമ്മുടെ കൃഷ്ണകുമാർ സാർ അദ്ദേഹമായിരുന്നു ആദ്യത്തെ വില്ലൻ. സ്ത്രീ, അതായിരുന്നു സ്ത്രീയുടെ സുവർണകാലം. സ്ത്രീ എന്ന് പറഞ്ഞാൽ മലയാളത്തെ മാറ്റിപ്പെടുത്തിയൊരു സീരിയലാണ്. അപ്പോൾ ആ സീരിയൽ അദ്ദേഹമായിരുന്നു അന്ന് പ്രധാന വില്ലനായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. അത് കഴിഞ്ഞ് 2ാമത്തെ സ്ത്രീ വന്നു. പിന്നെ 3ാമത്തെ സ്ത്രീ വന്നപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം കഴിയാറായ സീരീസ് സ്ത്രീയാണത്. അപ്പം അതിനകത്ത് നമ്മളായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ 3 ചെയ്യാറുണ്ട്. ആ സമയത്ത് സ്ത്രീയുണ്ടായിരുന്നു, രാജേഷ് കണ്ണങ്കരുടെ മനസ്സറിയാജനുണ്ട്, മിന്നുകെട്ടിയുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. പക്ഷെ പിന്നീടാണ് നമ്മളിങ്ങനെ ഇതിങ്ങനെ ഓടണ്ടാന്ന് തീരുമാനിക്കുന്ന സമയമുണ്ടല്ലോ, അതാണ്. അത് പ്രായം കൊണ്ടും പക്വത കൊണ്ടും അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ പരുവപ്പെടുന്നത്. അതെ. പക്ഷെ എനിക്ക് ഇതിനകത്ത് ഇപ്പൊ കേട്ടപ്പോഴേ എനിക്ക് ഏറ്റവും ചേട്ടനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു ക്യാരക്ടറായിട്ട് തോന്നിയത്, ഒരു താഴ്ച വന്നപ്പോൾ അവിടെ ഡൗൺ ആയി പോവാതെ വീണ്ടും ബൗൺസ് ബാക്ക് ചെയ്യാനുള്ളൊരു ധൈര്യം കാണിച്ചു അല്ലേ? ഞാൻ അത് വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും പറയാം. കാരണം എനിക്ക് അതിനകത്ത് യാതൊരു ഇതുമില്ല. ഞാനിപ്പോൾ ഏതൊരു സാഹചര്യത്തിനോടും പൊരുത്തപ്പെടാൻ എനിക്ക് പറ്റും. അത് ജീവിതത്തിലാണെങ്കിലും ശരി തന്നെ, ഫീൽഡിലാണെങ്കിലും ശരി തന്നെ. അത് ഭയങ്കര അതായിട്ട് പറഞ്ഞല്ല, അങ്ങനെ പറ്റും. അങ്ങനെയാണ് ഒരു മനുഷ്യനെ അങ്ങനെ ആയിരിക്കണമെങ്കിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ, അതാണ്. അതെ. ഓക്കെ ചേട്ടാ, എനിക്ക് തോന്നുന്നു മണിക്കൂറുകളൊക്കെ പാസ് ചെയ്തു തോന്നുന്നു അല്ലേ? കുറച്ച് മണിക്കൂറുകളായി നമ്മൾ വർത്തമാനം പറയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചേട്ടന്റെ ജീവചരിത്രം ഒട്ടുമിക്ക ഇതും ഞാൻ ചോർത്തിയെടുത്തോ? കുറച്ചുകൂടെ ബാക്കി എഴുതാനുണ്ടെന്ന് തോന്നുന്നു. അതെ, നമുക്കൊരു സീരിയസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിരിക്കുക. നമുക്കിവിടെ ഇന്റർവ്യൂ ഒക്കെ, നമുക്ക് പോഡ്കാസ്റ്റിംഗ് സീരിയസ് ആയിട്ട്. അതെ അതെ അതെ, അങ്ങനെ ചെയ്യാം. എന്തായാലും അല്ലേ, നമ്മളെ എപ്പോഴും നമ്മൾ ഇതിനിടയ്ക്കൊക്കെ പലരും ഇപ്പോൾ ഓരോന്ന് കാര്യത്തിന് വേണ്ടി വിളിക്കുമ്പോഴൊക്കെ പലപ്പോഴും ഞാൻ വരാതിരിക്കുന്നതിനൊരു കാരണം ഉണ്ടായിരുന്നു. കാരണത്തിൽ വിശേഷങ്ങളൊന്നും ഇല്ലാതെ പറയാൻ. ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു സിനിമ വരുന്നുണ്ട്, അതെൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു, എൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് എൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ സന്തോഷമുണ്ട്. വെറുതെ ഇരിക്കുമ്പോൾ വന്നിട്ട് ഒരേ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നായിട്ടാണ് വരാത്തത്. അപ്പോൾ വലിയ സന്തോഷം. അതെ ചേട്ടാ, എനിക്ക് ഈ പറഞ്ഞ പോലെ വളരെ സന്തോഷം. ചേട്ടൻ ഇപ്പോൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഞാനും ഉള്ളിലേക്ക് എടുക്കുകയാണ്. ലൈക്ക് നമ്മള് ഒരു താഴ്ച വരും മനുഷ്യർക്ക്, അതെ, നമ്മൾ അവിടെ തളരാൻ പാടില്ല, നമ്മൾ അതിജീവിക്കുക എന്നുള്ളതാണ് എല്ലായിടത്തും. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മള് എനിക്ക് ഇന്നത്തെ ഈ ഇന്റർവ്യൂ ഭയങ്കര വലിയൊരു ലെസൺ ആയിരുന്നു. അതാ ഞാൻ ഇങ്ങനെ അത് റിപ്പീറ്റഡ്ലി പറയുന്നത്. സധൈര്യം മുന്നോട്ട് പോയതുകൊണ്ട് അതിന് ശേഷമാണെന്ന് തോന്നുന്നു ചേട്ടൻ ഏറ്റവും വലിയ ഉയർച്ചകളിലേക്ക് പോയത്. അതെ, അതുകൊണ്ടല്ലേ നമ്മളെ ഞാൻ എപ്പോഴും പറയാം, ഞാൻ മുമ്പും പറയാറുണ്ട്, ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എനിക്ക് അങ്ങനെ ഒരു വലിയ ധാരാളിയൊന്നും അല്ലല്ലോ ഞാൻ. എനിക്ക് ഒരുപാട് പൈസ ചിലവാക്കാനായിട്ടൊന്നും വേണ്ട. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതശൈലി നടന്നു പോകണം എന്നൊരു അങ്ങനെ ഞാനൊരു എന്താ ഒരു എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഞാൻ തൃപ്തനാണ്, എല്ലാത്തിനും തൃപ്തനാണെന്ന് പറയാറുണ്ട് ഞാൻ. അപ്പം അത് ആ ഒരു ദൈവം എനിക്ക് അങ്ങനെ ഒരു തന്നാൽ മതി, ആരോഗ്യം തന്നാൽ മതി. ആരോഗ്യം പോയി തീർന്ന്. ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു ചോദിച്ചാൽ അതും ഒരു ഭാഗ്യമാണ്. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ നമ്മൾ ഭയങ്കരമായി ഡയറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ ഭയങ്കര എക്സർസൈസ് ഉണ്ടോ അങ്ങനെയൊന്നും അല്ലത്. ഒരു അസുഖം വന്നാൽ തീർന്ന്. ഇപ്പം നമ്മളിപ്പോൾ ചില പെൺകുട്ടികളൊക്കെ ചോദിക്കും, അവർ പെട്ടെന്ന് ഒരു തടി വെച്ച് വരും. അപ്പോൾ അവർ പറയും എന്ത് ചെയ്യും? അപ്പോൾ അവർ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ പ്രോബ്ലം ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് തൈറോയിഡിൻ്റെ പ്രോബ്ലം, അങ്ങനെയൊക്കെ വന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ വെറുതെ അവരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ആഹാരം ശ്രദ്ധിക്കണം, നിങ്ങൾ മറ്റു അന്നും വേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും അവരുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ എല്ലാവർക്കും ആഗ്രഹം കാണുമെന്നേ.
പിന്നെ എല്ലാവരുടെയും ഇപ്പം ദൈവാധീനമായിട്ട് ഇതുവരെ നമുക്ക് ഇത് നിലനിർത്താൻ പറ്റിയതുള്ളതാണ്. അതുകൊണ്ട് ഭാഗ്യം, സന്തോഷം. അതെ. അപ്പൊ എന്തായാലും ചേട്ടാ ഈ നിറഞ്ഞ ചിരിയോടെ ആ എന്നും ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടാവട്ടെ. വലിയ സന്തോഷം. എന്നെ മനസ്സിലാക്കാനും എന്നെ അറിയാനും എന്നെ ഇങ്ങനെ ചുഴന്നെടുക്കാനും ശ്രമിച്ച ശ്രുതിക്ക് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.